ായി ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. ദയവായി പുറത്തു നിൽക്കുന്ന എല്ലാവരും വളരെ പെട്ടെന്ന് ഈ ഹാളിലേക്ക് കയറിയിരിക്കുക, നിറഞ്ഞ ഒരു സദസ്സിൻ്റെ ഭാഗമാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ അതിൻ്റെ പ്രവർത്തനം ഇന്ന് ഏതൊരു സാധാരണക്കാരൻ്റെയും സാധാരണ ജീവിത ശൈലിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന തലത്തിൽ അവരെ സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്, ആ ഇനം തന്നെയാണ് നീതി മെഡിക്കൽ സ്കീം. ആരംഭിച്ച് ഇന്ന് 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ചൈത്ര വിജയയാത്രയ്ക്ക് എല്ലാ മംഗളാശംസകളും നേരുന്നതിന് എത്തിച്ചേർന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നടക്കാനിരിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളന വേദിയിലേക്ക് അല്പസമയത്തിനകം തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറും മറ്റ് വിശിഷ്ട അതിഥികളും സാംസ്കാരിക പൊതുപ്രവർത്തന രാഷ്ട്രീയ രംഗത്തെ നമുക്കേറെ ബഹുമാനിക്കപ്പെടേണ്ട ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. അതിനു മുൻപായി ഈ സദസ്സ് ഒരുക്കുന്നതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ്. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പെട്ടെന്ന് ഈ ഹാളിലേക്ക് വന്നിരുന്ന് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ വന്നിരുന്ന് നിറഞ്ഞ ഒരു സദസ്സിൻ്റെ ഭാഗമാകണമെന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഔപചാരികമായ ഈ സന്തോഷ പരിപാടികളുടെ അഭിമാനകരമായി ഈ ചരിത്ര നിമിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുൻപായി സാംസ്കാരിക ചലച്ചിത്ര സാഹിത്യ രംഗത്ത് നിന്നും ഒട്ടനവധി താരങ്ങൾ, സെലിബ്രിറ്റീസ് നമുക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ആശംസാ സന്ദേശങ്ങൾ ഒരു വീഡിയോയുടെ രൂപത്തിൽ നമുക്കായി നൽകിയിട്ടുണ്ട്. ആ വീഡിയോ നമ്മളിവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഓ ടു ദ വിഷ്വൽസ്. നമസ്കാരം. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഞാൻ സറിയു. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷം ഈ വരുന്ന മാർച്ച് 3-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്. നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ. കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ 25-ാം വർഷം ആഘോഷിക്കുകയാണ്. നമസ്കാരം. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷത്തിന് തുടക്കമായിരിക്കുകയാണ്. മാർച്ച് 3-ാം തീയതി അങ്കമാലി അറ്റ്ലസിൽ. ഹായ്, നമസ്കാരം. ഞാൻ രാജേഷ് ചേർത്തലയാണ്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ. നമസ്കാരം, ഞാൻ അശ്വിൻ ജോസ്. അപ്പം ഈ വരുന്ന മാർച്ച് 3-ാം തീയതി 4 മണിക്ക് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷം. നമസ്കാരം, ഞാൻ പ്രിയ ശ്രീകു, ആർട്ടിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷം ഈ നമസ്കാരം, ഞാൻ മണികണ്ഠനാണ്. നീതി മെഡിക്കൽ ഈ പേര് അറിയാത്തവർ കേരളത്തിൽ വളരെ കുറച്ച് ഉണ്ടാകും. ഇതിന്റെ കരുണയും. നമസ്കാരം. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി. നമസ്കാരം, ഞാൻ മധുകലാഭവൻ, അങ്കമാലി അറ്റ്ലസ് കൺവെൻഷനിൽ വെച്ച് നടത്തുന്ന കൺസ്യൂമർ ഫെഡിന്റെ മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷത്തിനും. നമസ്കാരം, ഞാൻ വിജയ്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷം. നമസ്കാരം, ഞാൻ പ്രദീപ് വൈകിയാണ്. കൺസ്യൂമർ ഫെഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷം 2024. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ സുമേഷ് ചന്ദ്രൻ. അങ്കമാലി അറ്റ്ലസ് കൺവെൻഷനിൽ നടത്തുന്ന കൺസ്യൂമർ ഫെഡിന്റെ മെഡിക്കൽ സ്കീം. ഹായ്, നമസ്കാരം. അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന കൺസ്യൂമർ ഫെഡിന്റെ മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷത്തിനും മറ്റു പദ്ധതികളുടെ പ്രഖ്യാപനം. നമസ്കാരം, തങ്കച്ചൻ വിതിരയാണ്. അങ്കമാലി അറ്റ്ലസ് കൺവെൻഷനിൽ വെച്ച് നടത്തുന്ന കൺസ്യൂമർ ഫെഡിന്റെ മെഡിക്കൽ സ്കീമിനും രജത ജൂബിലി ആഘോഷത്തിനും പുതിയ. നമസ്കാരം. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഞാൻ സറിയു. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷം ഈ വരുന്ന മാർച്ച് 3-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്. നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ. കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ 25-ാം വർഷം ആഘോഷിക്കുകയാണ്. നമസ്കാരം. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷത്തിന് തുടക്കമായിരിക്കുകയാണ്. മാർച്ച് 3-ാം തീയതി അങ്കമാലി അറ്റ്ലസിൽ. ഹായ്, നമസ്കാരം. ഞാൻ രാജേഷ് ചേർത്തലയാണ്.
കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിൻ്റെ നമസ്കാരം, ഞാൻ ജോസ്. അപ്പം ഈ വരുന്ന മാർച്ച് 3-ാം തീയതി 4 മണിക്ക് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിൻ്റെ രജത ജൂബിലി ആഘോഷം. നമസ്കാരം, ഞാൻ പ്രിയ ശ്രീകു, ആർട്ടിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷം നമസ്കാരം, ഞാൻ മണികണ്ഠനാണ്. നീതി മെഡിക്കൽ ഈ പേര് അറിയാത്തവർ കേരളത്തിൽ വളരെ കുറച്ച് ഉണ്ടാകും. ഇതിൻ്റെ കരുണയും. നമസ്കാരം, കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി. നമസ്കാരം, ഞാൻ മധുകലാഭവൻ അങ്കമാലി അറ്റ്ലസ് കൺവെൻഷനിൽ വെച്ച് നടത്തുന്ന കൺസ്യൂമർ ഫെഡിൻ്റെ മെഡിക്കൽ സ്കീമിൻ്റെ രജത ജൂബിലി ആഘോഷത്തിനും. നമസ്കാരം, ഞാൻ വിജയിക്കുന്നു. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിൻ്റെ രജത ജൂബിലി ആഘോഷം. നമസ്കാരം, ഞാൻ പ്രദീപ് വൈകിയാണ്. കൺസ്യൂമർ ഫെഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷം 2024. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ സുമേഷ് ചന്ദ്രൻ. അങ്കമാലി അറ്റ്ലസ് കൺവെൻഷനിൽ നടത്തുന്ന കൺസ്യൂമർ ഫെഡിൻ്റെ മെഡിക്കൽ സ്കീം. ഹായ്, നമസ്കാരം. അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന കൺസ്യൂമർ ഫെഡിൻ്റെ മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷത്തിനും മറ്റു പദ്ധതികളുടെ പ്രഖ്യാപനം. നമസ്കാരം, തങ്കച്ചൻ വിതിരയാണ്. അങ്കമാലി അറ്റ്ലസ് കൺവെൻഷനിൽ വെച്ച് നടത്തുന്ന കോൺസ്യൂമർ ഫെഡിൻ്റെ മെഡിക്കൽ സ്കീമിനും രജത ജൂബിലി ആഘോഷത്തിനും പുതിയ നമസ്കാരം. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഞാൻ സരിയു. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷം ഈ വരുന്ന മാർച്ച് 3-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്. നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ. കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിൻ്റെ 25-ാം വർഷം ആഘോഷിക്കുകയാണ്. നമസ്കാരം, കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷത്തിന് തുടക്കമായിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ദയവായി വളരെ പെട്ടെന്ന് എല്ലാ പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യം കൊണ്ട് ധന്യമായിരിക്കുന്ന ഈ വേദിയിലെ ഔപചാരികമായ ചടങ്ങുകൾ ആരംഭിക്കേണ്ടതുള്ളതുകൊണ്ട് പുറത്തു നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ വേഗത്തിൽ ഈ ഹാളിലേക്ക് കയറിയിരുന്ന് നിറഞ്ഞൊരു സദസ്സിൻ്റെ ഭാഗമാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കേരള സംസ്ഥാനത്തുടനീളമുള്ള നമ്മളേറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വിശിഷ്ട അതിഥികളെല്ലാവരും ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അതിഥികളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സദസ്സ്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ അതിൻ്റെ പ്രവർത്തനം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വലിയൊരളവിൽ സ്വാധീനിച്ചുകൊണ്ട് വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമായ ഒരു പേര് തന്നെയാണ് നീതി മെഡിക്കൽ സ്കീം. നീതി മെഡിക്കൽ സ്കീം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി 25 വർഷം വിജയകരമായി പിന്നിടുകയാണ്. നീതി മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷത്തിൻ്റെ പ്രൗഢഗംഭീരമായ സദസ്സ് ഒരുങ്ങുകയാണ് ഇവിടെ. ഈ ചടങ്ങിൽ നമ്മളെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ഏറ്റവും ബഹുമാനായ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം സലീം സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് ബഹുമാനായ കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാൻ ശ്രീ എം മെഹബൂബ് സാറാണ്. ഈ ചടങ്ങിൽ നമ്മളോട് എല്ലാവരോടും ഈ അഭിമാന നിമിഷത്തിൻ്റെ വിജയം പങ്കിട്ടുകൊണ്ട് സംസാരിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ PSC ചെയർമാനും മുൻ കൺസ്യൂമർ ഫെഡിൻ്റെ പ്രസിഡന്റുമായ നീതി സ്കീമിൻ്റെ തുടക്കം മുതലേ തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാതൃകയായി മാറിക്കൊണ്ട് നമുക്ക് എന്നും അഭിമാനകരമായി മാറിയ ശ്രീ എം ഗംഗാധരക്കുറിപ്പ് അവர்கள் തുടങ്ങിയ വിശിഷ്ട അതിഥികളെ നമുക്ക് ഈ സദസ്സിൽ കാണാം. ഔപചാരികമായ ഈ ഒരു ചടങ്ങിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വേദി അഭിസംബോധന ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം സലീം സാറിനോട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക്. താങ്ക് യു. ബഹുമാനപ്പെട്ട കൺസ്യൂമർ ഫെഡ് ചെയർമാൻ, ഇന്നത്തെ ഈ ഒരു കർട്ടൻ റേസർ ഇവൻറ്റിൻ്റെ ഒരു ചെറിയ ഷോർട്സ് പാനൽ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ കൂടിയായ മെഹബൂബ് സാർ, നമ്മളോടൊപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ ഓർമ്മ നീതി
സ്കീം ആരംഭിച്ചിട്ട് 25 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇതിൻ്റെ അമരക്കാരൻ്റെ നിലയിൽ ഇതിന് തുടക്കം കുറിച്ച അന്ന് കൺസ്യൂമർ ഫെഡിൻ്റെ ബോർഡ് ചെയർമാൻ കൂടിയായ മുൻ PSC ചെയർമാനുമായിരുന്ന ഗംഗാധരക്കുറുപ്പ് സാറിൻ്റെ വാക്കുകളെ കേൾക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷമുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ കൺസ്യൂമർ ഫെഡ് ഇന്ന് വിവിധ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നമ്മുടെ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനവും അതിലേക്കുള്ള പുതിയ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിങ്ങും എല്ലാം നടത്തുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആമുഖമായിട്ട് നിങ്ങൾ ഓരോരുത്തരും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കൺസ്യൂമർ ഫെഡുമായിട്ട് സഹകരിക്കുന്ന സഹകരണ മേഖലയുടെ നീതി മെഡിക്കൽ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ട സഹകാരികൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഓഡിറ്റോറിയം ആയതുകൊണ്ടാണ് നമുക്ക് പ്രോട്ടോക്കോൾ പ്രകാരം സെക്യൂരിറ്റി ചെക്കപ്പിന് കുറച്ച് സമയമെടുക്കുന്നതും ആളുകൾ കുറച്ച് ക്യൂവിലാണ്. അത്തരം ചെക്കിങ് ഇതിൻ്റെ പാർട്ട് തന്നെയാണ്, സ്വാഭാവികമാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതുമല്ല. അങ്ങനെ ഒരു ഡിലേ വരുന്നുണ്ട്. തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ എത്രയും വേഗം കയറിയിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളെ ഓരോരുത്തരെയും നെഞ്ചോട് ചേർത്ത് ഈ കൂട്ടായ്മ നിങ്ങളോ നമ്മളോ എന്നൊന്നില്ലാതെ നമ്മൾ ഒന്നാണ്. കേരളത്തിലെ സഹകരണ മേഖലയുടെ സ്പന്ദനമാണ്. ഇതൊരു നീതി മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, നാട്ടിലെ ജനങ്ങളുടെ ഓരോ ഗ്രാമങ്ങളിലെയും ഓരോ വീടുകളുടെയും താമസക്കാരുടെയും കുട്ടികളുടെയും മക്കളെയും ഒക്കെ വിവരമറിയാവുന്ന, ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന ശാക്തീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. അഭിമാനമുണ്ട് ഇത് പറയുമ്പോൾ ആ പ്രാതിനിധ്യത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ എനിക്കും. നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മെഹബൂബ് സാറിനോട് ആമുഖ പ്രഭാഷണം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്നിവിടെ നമ്മുടെ കൂട്ടായ്മ നീതി മെഡിക്കൽസിൻ്റെ രജത ജൂബിലി ആഘോഷ പരിപാടി, അതിന് തുടക്കം കുറിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ഈ ചടങ്ങിന് 2 സെഷനാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നൊരു ബിസിനസ് സെഷനും രണ്ടാമത്തത് ഉദ്ഘാടന സെഷനും. അപ്പോൾ 2 മണിക്ക് നമ്മുടെ ബിസിനസ് സെഷൻ ആരംഭിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അതിനിടയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3 മണിക്ക് 3:15 ആകുമ്പോഴേക്ക് എത്തും. മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് അപ്പം ഇവിടെ ബിസിനസ് സെഷൻ, അതിനുശേഷം ബിസിനസ് സെഷൻ വീണ്ടും തുടരും. ബിസിനസ് സെഷനിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും കേരളത്തിലെ സഹകരണ മേഖലയുടെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിന്നിവിടെ ക്ഷണിച്ചിട്ടുള്ളത് നീതി മെഡിക്കൽസ് നടത്തുന്ന സംഘം പ്രസിഡന്റുമാർ, ബഹുമാനപ്പെട്ട സഹകാരികളായ പ്രസിഡന്റുമാർ, അതിൻ്റെ സെക്രട്ടറിമാർ, നീതി മെഡിക്കൽസിൻ്റെ ഫാർമസിസ്റ്റുകൾ, പിന്നീട് ഞങ്ങളുടെ ജീവനക്കാർ. തീർച്ചയായും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലുടനീളമുള്ള നല്ലൊരു ശതമാനം സംഘത്തിൻ്റെ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളോട് ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരു ബഹുമാന്യ വ്യക്തി നമ്മുടെ സ്റ്റേജിലിരിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടാകും അദ്ദേഹത്തെ.
പുതിയ തലമുറ മറ്റോ ഓർക്കുന്നില്ലെങ്കിലും പുതിയ തലമുറയും ഓർക്കും. കാരണം കേരളത്തിലെ PSCയുടെ ചരിത്രത്തിൽ സുവർണ കാലഘട്ടമെന്ന് അവകാശപ്പെടുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയായിരുന്നു ശ്രീ ഗംഗാധരക്കുറുപ്പ് സാർ. ഗംഗാധരക്കുറുപ്പ് സാറിനെ എനിക്ക് പരിചയപ്പെടുത്താൻ വാക്കുകളില്ലെങ്കിലും ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പ്രമുഖ സഹകാരിയാണ് അദ്ദേഹം. ഈ ഫെഡറേഷൻ്റെ ഏറ്റവും കൂടുതൽ സമയം പ്രസിഡൻ്റായി നിന്നിട്ടുള്ള സഖാവ് കൂടിയാണ് ശ്രീ ഗംഗാധരക്കുറുപ്പ്. എന്ന് മാത്രമല്ല, കൺസ്യൂമർ മേഖലയിലെ ഒരു അപ്പക്സ് ബോഡിയായി ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഗുരുതുല്യനായി കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേട്ടനാണ്. ഞാൻ കൺസ്യൂമർ ഫെഡിൻ്റെ 2016 അഡ്മിനിസ്ട്രേറ്ററായി ഗവൺമെൻറ് നിശ്ചയിക്കുമ്പോൾ എൻ്റെ സഹകരണ മേഖലയിലെ കൺസ്യൂമർ മേഖല എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത മേഖലയായിരുന്നു. അതിൻ്റെ ആദ്യ പാഠം പഠിക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പോയത്. കൺസ്യൂമർ ഫെഡിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. അതെനിക്ക് വലിയ ഉപകാരവും വലിയ രീതിയിലുള്ള ഒരു അനുഭവമായി എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അക്കാര്യം വളരെ അഭിമാനത്തോടെ തന്നെ ഞാനിവിടെ പറയുകയാണ്. അതുകൊണ്ട് നീതി എന്താണ്, നീതി എങ്ങനെയാണ് തുറന്നത്? നീതി മെഡിക്കൽ സ്കീം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന മുഖ്യമന്ത്രിയാണ് നീതി മെഡിക്കൽ സ്കീം എന്ന് പറയുന്ന ആ പദ്ധതിക്ക് അദ്ദേഹം സഹകരണ മന്ത്രിയായപ്പോൾ രൂപം കൊടുത്തതാണ്. ഇതൊരു ഗവൺമെൻറ് പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയുടെ അന്നത്തെ ധാരണ ഇന്നും നമ്മളത് നടപ്പിലാക്കുന്ന ധാരണയെ സംബന്ധിച്ചെല്ലാം ആധികാരികമായി തന്നെ ശ്രീ ഗംഗാധരക്കുറുപ്പ് പറയും. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി MD സ്വാഗതം പറഞ്ഞിട്ടുണ്ടെങ്കിലും അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ ആദരവോടെ വളരെ സന്തോഷത്തോടെ ഈ കാര്യത്തിൻ്റെ ആമുഖ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ശ്രീ ഗംഗാധരക്കുറുപ്പ് അവരുടെ വിനയപൂർവ്വം ക്ഷണിക്കുക. വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം നിങ്ങളിവിടെ പങ്കുവയ്ക്കുകയാണ്. പുറത്ത് പാർക്ക് ചെയ്തിട്ടുള്ള KL 42T 1939 എന്ന വാഹനവും KL 7DB 1363 എന്ന വാഹനവും KL 42 4912 എന്ന വാഹനവും വളരെ എമർജൻസിയായി മാറ്റി പാർക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റെല്ലാ ഭരണസമിതി അംഗങ്ങളും ദയവായി വേദിയിലേക്ക് വന്നിരിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തുടക്കം മുതലേ നീതി സ്കീമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് അഭിമാനകരമായൊരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. മുൻ PSC ചെയർമാനും മുൻ കൺസ്യൂമർ ഫെഡിൻ്റെ പ്രസിഡന്റുമായ CM ഗംഗാധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം അഭിമാനത്തോടു കൂടി തന്നെ രജത ജൂബിലിയുടെ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ഇവിടെ നടക്കുന്ന സുപ്രധാനമായ ഒരു വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു നിമിഷമാണ് എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ നിമിഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അനന്ത സാധ്യതകൾ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ ഉത്തമമായൊരു മാതൃകയായി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തലയുയർത്തി നിൽക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കൺസ്യൂമർ മേഖല. ഇവിടെ രാഷ്ട്രീയ രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത്, സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ രംഗത്ത് ഒക്കെ നിന്നിട്ടുള്ള നല്ല പുരോഗമന ചിന്താഗതിക്കാരായ സാമൂഹിക പ്രതിബദ്ധതയുള്ള മഹാന്മാരായ കഴിഞ്ഞ തലമുറയിലെ സഹകാരികൾ വളരെ പാടുപെട്ട് ത്യാഗപൂർവം പ്രവർത്തിച്ച് വളർത്തിയെടുത്തിട്ടുള്ള മഹനീയമായ ഒരു ജനകീയ പ്രസ്ഥാനമാണ് ഈ സഹകരണ പ്രസ്ഥാനം എന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ആ കഴിഞ്ഞ തലമുറ നമ്മുടെ സമൂഹത്തെ ആകെ തന്നെ പുതുക്കിപ്പണിയുവാൻ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ജാതീയത
തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, എന്തെല്ലാം വൃത്തികേടുകൾ അങ്ങനെ വിഹരിച്ച ഒരു സമൂഹത്തെ നല്ല പരിഷ്കൃതമായ ഒരു പുതിയ സമൂഹമാക്കി പരിവർത്തനപ്പെടുത്തുവാൻ ആ നവോത്ഥാന നായകന്മാരും അതിന് പിന്നാലെ വന്ന പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ ഭാഗമായി വളർന്നു വന്ന നമ്മുടെ സഹകരണ പ്രസ്ഥാനവുമെല്ലാം ചെയ്തിട്ടുള്ള സംഭാവനകൾ അങ്ങേയറ്റം വലുതാണ്. ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, എങ്ങനെ നമ്മളിവിടെ എത്തി, എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത് എന്നൊക്കെ ഉള്ളതിനെപ്പറ്റി ഇങ്ങനെ എല്ലാവരും ഒരു കുടുംബമായി കൂടിയിരുന്ന് ഒന്ന് ആലോചിക്കുക, ഒന്ന് വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ഒന്ന് അയവിറക്കുക. അതൊക്കെയാണ് ഇത്തരം ഒത്തുകൂടലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിന് അതിൻ്റേതായ ഒരു മഹത്വമുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു 10-15 കൊല്ലം വിദേശത്തൊക്കെ കഴിഞ്ഞേച്ച് വന്ന് വീട്ടിലേക്ക് വരുന്ന ഒരാളിൻ്റെ ഒരു അനുഭൂതിയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാൻ കൺസ്യൂമർ ഫെഡിൻ്റെ ഭരണ ചുമതലയിൽ നിന്ന് ഒഴിവാകുന്നത് 1999 അന്നാണ് ഞാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. ആ നിയോഗം വന്നപ്പോഴാണ് കൺസ്യൂമർ ഫെഡിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്തു നിന്ന് എനിക്ക് ഒഴിയേണ്ടി വന്നത്. എൻ്റെ ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടത്തിൽ വളരെ പിന്നോക്കം നിന്ന ഒരു സഹകരണ സ്ഥാപനത്തെ കുറച്ചേറെ മുമ്പോട്ട് കൊണ്ടുവരുവാനുള്ള എളിയ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയാണ് എനിക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ തോന്നുന്നത്. എൻ്റെ ഒരു വീട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. കുറേ കൊല്ലം ഈ കേരളത്തിലെ കൺസ്യൂമർ മേഖല എന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിന്ന അന്നൊക്കെ ഈ വലിയ ഞാനും കുറ്റം പറയുകയല്ല, വലിയ നേതാക്കന്മാരൊന്നും അന്ന് കൺസ്യൂമർ മേഖലയിലോട്ട് വരുത്തില്ല. ബാങ്കിങ് ആണേ കൊള്ളാം, അവിടെ പോവാം, അവിടെ ആകുമ്പോൾ വലിയ ക്ലേശങ്ങളൊന്നുമില്ല എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി. പഴയ കഥ പറയുക, നിങ്ങളുടെയൊന്നും കാര്യമല്ലേ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വാസ്തവത്തിൽ കൺസ്യൂമർ മേഖലയ്ക്കുള്ള പ്രാധാന്യം എന്താണ്? സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലും പാവപ്പെട്ടവരുമായ ഇടത്തരക്കാരായ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിത താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക. അതാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അതിസമ്പന്നന്മാരായ കോടീശ്വരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലല്ലോ സഹകരണ പ്രസ്ഥാനം. അവർക്കൊന്നും ഇതിൻ്റെ ഒരാവശ്യമില്ലല്ലോ. ഇപ്പോൾ അംബാനിക്കോ അദാനിക്കോ ഒന്നും സഹകരണ സംഘത്തിൽ അംഗമാവേണ്ട ഒരു കാര്യമില്ലല്ലോ. അവർ മിക്കവാറും ഒരു സംഘത്തിലും ചേർന്ന് കാണത്തുമില്ല. ഞാൻ ഊഹിച്ചു പറയുക. അവർക്ക് അങ്ങോട്ട് കയറാനുള്ള സ്ഥലം തന്നെ ഇല്ലല്ലോ നമ്മുടെ സഹകരണ സംഘം. അവർക്ക് വേണ്ടത് 10,000 കോടി കുറഞ്ഞുള്ള ഒരു കാര്യമല്ല. നമ്മുടെ എല്ലാം കൂടെ എടുത്താലും അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ മാനം പൊട്ട് വളർന്നു നിൽക്കുന്ന നമ്മുടെ സമൂഹത്തെയാകെ ചൂഷണം ചെയ്തുകൊണ്ട് ശതകോടീശ്വരന്മാരായി വളരുന്ന ആ ചൂഷക വർഗത്തിൻ്റെ, മുതലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനമല്ല സഹകരണ പ്രസ്ഥാനം. പിന്നെയോ ഇത് പാവപ്പെട്ടവൻ, ജീവിതപ്രയാസം അനുഭവിക്കുന്നവൻ, ചൂഷണത്തിന് വിധേയരായി കഴിയുന്നവർ, ആ മഹാഭൂരിപക്ഷം വരുന്ന കോടാനുകോടി മനുഷ്യരുടെ ഒരു രക്ഷാമാർഗമായിട്ട് മുതലാളിത്തത്തിൻ്റെ കടുത്ത ചൂഷണങ്ങളിൽ നിന്ന് സ്വയം വിമുക്തരാവാൻ വേണ്ടി നടത്തിയ ജനങ്ങളുടെ ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ 1844 ലോകത്തിലെ ആദ്യത്തെ സഹകരണ സംഘം ആ ബ്രിട്ടനിൽ ലങ്കാഷെയർ എന്ന് പറയുന്ന പട്ടണത്തിൽ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ന് അറിയപ്പെടുന്ന ആ സഹകാരികൾ ലോകത്തെ ആദ്യത്തെ സഹകരണ സംഘം ഉണ്ടാക്കിയത് 1844. അതാണ് 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം എന്ന് ഞാൻ പറഞ്ഞത്. അതേതായിരുന്നു? അത് ഏതിനത്തിൽപ്പെട്ട സഹകരണ സംഘമായിരുന്നു? അതൊരു കൺസ്യൂമർ സ്റ്റോറായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞത്, കൺസ്യൂമർ മേഖലയ്ക്ക് സഹകരണ പ്രസ്ഥാനത്തിനുള്ള പ്രാധാന്യം എന്താണ്? ലോകത്തെ ആദ്യത്തെ സഹകരണ സംഘം തന്നെ ഒരു കൺസ്യൂമർ സൊസൈറ്റി ആയിരുന്നു. വിലക്കയറ്റത്തിൽ നട്ടം തിരിഞ്ഞ പാവപ്പെട്ട നെയ്ത്തുതൊഴിലാളികൾ അവരെ സ്വയം സംഘടിച്ചുകൊണ്ട്
നമുക്ക് ഒരുമിച്ച് സാധനം മേടിക്കാം, അപ്പോൾ ലാഭകരമായിട്ട് കിട്ടും, എന്നിട്ട് നമുക്കത് പങ്കിട്ടെടുക്കാം എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ സഹകരണ സംഘം ഉണ്ടായത്. ഞാനതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ ഈ 10-55 കൊല്ലത്തെ എൻ്റെ സഹകരണ മേഖലയിലെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ സ്ഥാനം നൽകേണ്ട മേഖലയാണ് കൺസ്യൂമർ മേഖല. എന്തുകൊണ്ട്? എല്ലാവരും കൺസ്യൂമേഴ്സാണ്. കൺസ്യൂമർ അല്ലാത്ത ഒരു മനുഷ്യനുമില്ല. എന്തുവാ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ ഉപഭോക്താവെന്ന്, ഇച്ചിരിയുടെ കട്ടിയുള്ള വാക്കാണ്. അതിനേക്കാൾ എളുപ്പം മനസ്സിലാവും കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും സാധനം വാങ്ങിക്കാത്ത ഒരാൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അവരുടെ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ സാധനങ്ങൾ വാങ്ങിക്കൽ, ഉപയോഗത്തിന് വേണ്ടി വാങ്ങിക്കൽ. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി സാധനം വാങ്ങിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോൾ, ഒരു സാർവലൗകികമായി തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്, ഒരു മേഖലയാണ് ഈ കൺസ്യൂമർ മേഖല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളരെ വികസിതമായി ഒരുപാട് സേവനങ്ങൾ നൽകിക്കൊണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഉയരുമ്പോഴും ഈ കൺസ്യൂമർ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള അതിപ്രധാനമായ മേഖലകളിൽ നമുക്ക് വേണ്ടത്ര നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. കേരളത്തിലെ കൺസ്യൂമർ ഫെഡറേഷൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, പറഞ്ഞു തീർക്കണേ തന്നെ ഇച്ചിരി സമയം വേണം. അത്ര വലിയ പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനൊരു 37 കൊല്ലം മുമ്പ് 1987 തോന്നുന്നു 37 കൊല്ലം മുമ്പ് കൺസ്യൂമർ ഫെഡിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ ഒരു ചെറിയ വാടക കെട്ടിടത്തിൻ്റെ മേളത്തെ നിലയിൽ ഒരു കൊച്ചു ആഫീസും ഒക്കെ ആയിട്ട് ഒരു സ്ഥാപനം, കോഴിക്കോട്ടും തിരുവനന്തപുരത്തും എറണാകുളത്തും ഓരോ കട നടത്തുന്നു. അതാണ് എൻ്റെ ജോലി. പേര് കേരള സ്റ്റേറ്റ് എന്നൊക്കെ ആണെങ്കിലും കേരള സ്റ്റേറ്റിൽ ആളുകൾ അറിയത്തുപോലും ഇല്ലായിരുന്നു. അന്നത്തെ സഹകരണ മന്ത്രി സഖാവ് ടി കെ രാമകൃഷ്ണൻ ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ ചോദിക്കും, കുറുപ്പിൻ്റെ മാർക്കറ്റിംഗ് ഫെഡറേഷനൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഏതാ സഹകരണ മന്ത്രി ചോദിക്കുക. അപ്പോൾ അന്ന് ഈ മാർക്കറ്റിംഗ് ഫെഡറേഷനും കൺസ്യൂമർ ഫെഡറേഷനും ഒക്കെ തമ്മിൽ ഇത് രണ്ടുകൊണ്ടും വലിയ പ്രയോജനമൊന്നും നാട്ടിലില്ലല്ലോ. പിന്നെ അവർ അറിഞ്ഞു വെച്ചിട്ടെന്തോ വിശേഷം. ഞാൻ ആ കഥയൊന്നും നീട്ടുന്നില്ല. കുറേയേറെ പ്രയത്നങ്ങളുടെ ഫലമായി ആ പ്രസ്ഥാനത്തെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1996 ഞാൻ വീണ്ടും പ്രസിഡൻ്റായി. കേരളത്തിൽ അങ്ങനെയാണല്ലോ, ഈ എണിയും പാമ്പും കളി പോലെ അന്ന് അല്ലേ, നാരായണത്തുപാന്ദ്രൻ കല്ലുരുട്ടിയ കഥ പറയുന്ന പോലെ ഉരുട്ടി മേളിൽ കയറ്റി വെച്ച് പിന്നെ താഴോട്ടിടുന്നു. അത് പക്ഷേ നാരായണത്തുപാന്ദ്രൻ തന്നെത്താൻ ചെയ്യുന്നതാണ്. ഇതങ്ങനല്ല, ഒരു സെറ്റ് ഉരുട്ടി കയറ്റും, വേറൊരു സെറ്റ് വന്ന് താഴോട്ടിടും. അങ്ങനെ പിന്നെ വീണ്ടും ആ സെറ്റ് വന്ന് വീണ്ടും ഉരുട്ടി കയറ്റണം. അങ്ങനത്തെ ഒരു ഗതികേട് ഈ കേരളത്തിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 96 സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രി, ഞാൻ കൺസ്യൂമർ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റ്. ഞങ്ങൾ നിരന്തരമായി ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ പിന്നോക്കം നിൽക്കേണ്ട ഒരു മേഖലയല്ല ഈ കൺസ്യൂമർ മേഖല. ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ പൊതുവിതരണത്തിൻ്റെ രംഗത്ത് സഹകരണ മേഖലയിലൂടെ ഒരുപാട് പരീക്ഷണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പലതും വിജയിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്ന് വെച്ച് തോറ്റ് പിന്മാറാൻ പറ്റുമോ? ഇത്രയും അത്യാവശ്യമുള്ള ഒരു മേഖലയിൽ നിന്ന് സഹകരണ പ്രസ്ഥാനത്തിന് പിൻവലിയാൻ സാധ്യമല്ല. നമുക്ക് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഒരു പുതിയ പദ്ധതികളുമായി മുമ്പോട്ട് പോകണമെന്നുള്ള ആ സഹകരണ വകുപ്പ് മന്ത്രിയുടെ വളരെ ആർജവത്തോടെയുള്ള ആ ഒരു ഉത്സാഹവും അതിനൊത്ത് കുറേ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ അന്ന് കൺസ്യൂമർ ഫെഡറേഷന് കഴിഞ്ഞതും അത് രണ്ടും കൂടെ കൂടിച്ചേർന്നാണ് കേരളത്തിലെ കൺസ്യൂമർ ഫെഡറേഷൻ വലിയൊരു സ്ഥാപനമായി മാറിയത്. കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും അടിവേരുള്ള എല്ലാ ജനങ്ങളും അറിയുന്ന പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അക്സെപ്റ്റബിലിറ്റി കിട്ടിയ ഒരു മഹാപ്രസ്ഥാനമായി നമുക്ക് ഈ കൺസ്യൂമർ ഫെഡറേഷൻ മാറ്റിയെടുക്കാൻ
സാധിച്ചു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി നിറഞ്ഞ ഒരു കാണും. ഈയിടെ നമ്മുടെ സമയം എത്ര ഉണ്ട് കഴിഞ്ഞില്ലേ? നമുക്ക് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ഉടനെ ഉണ്ട്. ഒരുപാട് സംസാരിച്ച് രംഗം വഷളാക്കരുത് എന്ന് പിന്നെ എനിക്കും അറിയാം. അപ്പോൾ ഇത് ആലോചനകൾ, കൂട്ടായ ചർച്ചകൾ, നല്ല പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങൾ അതുണ്ടെങ്കിൽ ഏത് മേഖലയിലും എന്ത് നേട്ടവും കൈവരിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ആത്മവിശ്വാസത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. നീതി സ്റ്റോർ എന്നുള്ള ഐഡിയ അന്നുണ്ടാക്കി. ആ പേര് തന്നെ ഞങ്ങൾ രണ്ടുപേരോട് ആലോചിച്ച് കണ്ടുപിടിച്ച നീതി. അപ്പോൾ ഇനി അനീതി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇറങ്ങും. പണ്ട് മാവേലി സ്റ്റോർ ഉണ്ടാക്കിയപ്പോൾ വാമന സ്റ്റോർ എന്ന് പറഞ്ഞ പോലെ ഇതിനെ ഓപ്പോസിറ്റ് പദം പറയാൻ എളുപ്പമാണ്. അത് സാരമില്ല, പറയുന്നവരോടെ പറയട്ടെ. നീതി എന്നുള്ള പേര് അംഗീകരിച്ചു. വളരെ ഷോർട്ടാണ്, നല്ല ആശയമുള്ളതാണ്. ശരി, നീതി സ്റ്റോറുകൾ നമ്മുടെ പഞ്ചായത്തുകളിലാകെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിത്യോപയോഗ സാധനമായ ഈ മരുന്നുകൾ, അതിനൊരു പൊതുവിതരണ സംവിധാനം അന്ന് വരെ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇത്ര പ്രധാനപ്പെട്ട ഈ നിത്യോപയോഗ സാധനത്തിൻ്റെ രംഗത്ത് വലിയ കൊള്ളയാണ് നടക്കുന്നത്. MRP അടിക്കും കമ്പനികൾ. അത് ഇന്നതേ MRP അടിക്കാവുന്ന ഒരു വ്യവസ്ഥയില്ല. അവർക്ക് തോന്നുന്ന വില അടിക്കാം. എന്നിട്ട് ആ വിലയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. പാവപ്പെട്ട മനുഷ്യർ മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ ഈ സ്വകാര്യ കച്ചവടക്കാർ, അവരുടെ കുറ്റമല്ല, അവർ പറയുന്നത് എന്തുവാ, ഞങ്ങൾ കമ്പനി വിലയ്ക്ക് തരുവാന്നാണ്. എന്നത് കാര്യമില്ല, അതിൽ അടിച്ചേക്കുന്ന വിലയില്ലയോ, അതാ കമ്പനി വില. ഒരു പൈസ ലാഭം എടുക്കാതെ ആ കമ്പനി പ്രിൻ്റ് ചെയ്ത വിലയ്ക്ക് തരുവാന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്നു. നമ്മളൊരു ചെറിയ പഠനം നടത്തിയപ്പോൾ മനസ്സിലായി ഈ MRPയും യഥാർത്ഥത്തിൽ അതിന് കമ്മീഷൻ കഴിഞ്ഞുള്ള വിലയൊക്കെ കൂടെ നോക്കിയപ്പോൾ നല്ലൊരു ഭാഗം ഈ കൺസ്യൂമേഴ്സിനിലേക്ക് പാസ് ഓൺ ചെയ്യാൻ കഴിയും. ആ ഒരു ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിലുണ്ട് എന്ന സത്യം കണ്ടുപിടിച്ചുകൊണ്ടാണ് നീതി മെഡിക്കൽ സ്റ്റോർ എന്നുള്ള ആശയം 1997 തോന്നുന്നു തലശ്ശേരിയിലെ മുനിസിപ്പൽ മൈതാനത്ത് എൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു വലിയ യോഗത്തിൽ സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ 25 കൊല്ലമായി എന്നുള്ളത് മെനിഞ്ഞാന്ന് മെഹബൂബ് വിളിച്ച് പറയുമ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ ഓർത്തത്. അപ്പോൾ എന്താണ് നീതി മെഡിക്കൽ സ്റ്റോറുകളുടെ ഇന്നത്തെ അവസ്ഥ? എന്തെങ്കിലും തകരാറുകളോ തെറ്റുകുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്ന് അത് നടത്തുന്ന സഹകാരികളെ ഉൾപ്പെടെ ഒന്ന് വിളിച്ചുകൂട്ടി അതേപ്പറ്റി ഒന്ന് ചിന്തിക്കലാണ് ഈ യോഗത്തിൻ്റെ ഉദ്ദേശം. അത് വളരെ നല്ലൊരു കാര്യമായി ഞാൻ കാണുകയാണ്. നീതി മെഡിക്കൽ സ്റ്റോർ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, MRP എന്ന് പറയുന്ന പ്രിൻ്റഡ് വിലയേക്കാൾ കേരളത്തിൽ ആദ്യമായി 10 മുതൽ 40% നമ്മൾ കൊടുത്തു പരസ്യം. സത്യമാണ്, 10 കുറയുന്നതുകൊണ്ട് 40-ൽ മേൽ കുറയുന്നതുകൊണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എത്ര കോടി രൂപയുടെ ആദായം, സഹായം ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഈ നീതി മെഡിക്കൽ സ്റ്റോറുകൾ വഴി ഇത്രയും 25 കൊല്ലക്കാലത്തിനകം ഈ കേരള ജനതയ്ക്കുണ്ടായിട്ടുള്ള ലാഭത്തെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്തെടുക്കാൻ ഒരു എമൗണ്ടാക്കി മാറ്റി ഒരു റിസർച്ച് പഠനം നടത്തിയാൽ ഒരു PhD കിട്ടാനുള്ള സാധ്യതയുണ്ട്. എത്ര കോടി എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയത്തില്ല. കോടാനുകോടി രൂപയുടെ ലാഭം, പാവപ്പെട്ട ആളുകൾക്ക് വലിയൊരാശ്വാസം. ചൂഷണത്തിൻ്റെ കാഠിന്യം വളരെയേറെ കുറയ്ക്കാൻ ഈ പ്രസ്ഥാനം സഹായിച്ചു. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, പൊതുവിതരണ സംവിധാനത്തിൻ്റെ തത്വം തന്നെ അതാണ്. മര്യാദ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാൻ കഴിയുക. അങ്ങനെ ചെയ്താൽ അവിടുന്ന് വാങ്ങിക്കുന്നവർക്ക് മാത്രമല്ല അതിൻ്റെ പ്രയോജനം. ഇപ്പം നമ്മുടെ നീതി സ്റ്റോറിൽ വന്ന ഒരാൾ മരുന്ന് വാങ്ങിച്ചാൽ അയാൾക്കൊരു 30%, 20% വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ കടയിൽ പിന്നെ പഴയ പോലെ അങ്ങ് മേടിക്കാനൊക്കത്തില്ല. ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഇന്നിപ്പോൾ സ്വകാര്യ കച്ചവടക്കാരെല്ലാം ഈ MRPയേക്കാൾ കുറച്ചെങ്കിലും കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ MRP അല്ല യഥാർത്ഥ വില,
അതിൽ കുറച്ച് തരാൻ ഒക്കുമെന്ന് കേരള ജനതയെ പഠിപ്പിച്ചത് നമ്മളാണ്, കൺസ്യൂമർ ഫെഡാണ്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് വലിയ സ്വീകാര്യത കിട്ടിയ ആ മരുന്നിൻ്റെ രംഗത്തെ പൊതുവിതരണ സംവിധാനമാണ് നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോറുകൾ. പ്രായോഗികമായ നടത്തിപ്പിൽ കുറേയേറെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുറവുകൾ ഒക്കെ ഉണ്ടായിരിക്കുമെന്നുള്ളത് എനിക്കറിയാം. ഞാനത് ഇവിടെ തുറന്നു പറയുകയാണ്. അതെല്ലാം ഉള്ളപ്പോഴും സാമൂഹികമായ ഇതിൻ്റെ പ്രസക്തി, ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്ന സഹായം, ആ മഹത്വം അറിഞ്ഞുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളെ നല്ല ധൈര്യത്തോടെ നേരിട്ടുകൊണ്ട് അവയ്ക്ക് പരമാവധി പരിഹാരം കണ്ടുകൊണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇത് നടത്താൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഒഴിയാതെ ആ പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ മഹത്തായൊരു സംരംഭത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാ സഹകാരികളും ജീവനക്കാരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മൊത്തമായി മരുന്ന് സംഭരിച്ച് അത് ജില്ലാ ഗോഡൗണുകളിൽ ശേഖരിച്ച് ഇൻറ്റൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന എല്ലാ നീതി മെഡിക്കൽ സ്റ്റോറുകളിലേക്കും കൃത്യതയോടെ എത്തിച്ചു കൊടുക്കുക. പറയാൻ എളുപ്പമാണ്, അത് ഇംപ്ലിമെൻ്റ് ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായി ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കൺസ്യൂമർ ഫെഡിൻ്റെ ഭാഗത്തു നിന്ന് അതിലെ ജീവനക്കാർ നല്ല പ്രതിബദ്ധതയോടെ, ഒരു ഡെഡിക്കേഷനോടെ ഇത് വിജയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങൂ എന്നുള്ളൊരു ബോധത്തോടെ മേളേ തലത്തിൽ നല്ല പ്ലാനിങ്ങും അവലോകനവുമെല്ലാം കൃത്യതയോടെ നടത്തിക്കൊണ്ട് ഇന്നുള്ള കുറവുകൾ പരിഹരിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. പല പുതിയ പദ്ധതികളും അത് സംബന്ധിച്ച് ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പുതിയ സാഹചര്യങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാങ്കിങ് നടത്താൻ ഒരു പാടുമില്ല. അത് പിന്നെ ബുക്ക് എൻട്രി ഇപ്പോൾ ഡിജിറ്റലിലൂടെ ആയപ്പോൾ ഒരു പാടുമില്ല. പിന്നെ അവിടെ ഇവിടെ അതിലൊന്ന് ഞെക്കെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. നേരെ മറിച്ച് ഇത്തരം സാധനങ്ങൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അളന്ന് തൂക്കി വിറ്റ് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഒരുമാതിരി മുഷിഞ്ഞ ഇടപാടാണ് എന്നുള്ള മനോഭാവം നമ്മുടെ സഹകാരികൾക്കുണ്ടാവാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാക്കാതെ ഞാൻ പറയുകയാണ്. നമ്മൾ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കണം. ഈ പണ ഇടപാടുകൾ മാത്രം കൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന് അതിൻ്റെ ജനീതാക്കൾ ഉൾപ്പെടെ ആവിഷ്കരിച്ച ലക്ഷ്യങ്ങൾ അതിലൊതുങ്ങുന്നതല്ല. ആണ്ടിലൊരിക്കലോ 2 കൊല്ലത്തിലൊരിക്കലോ ആവശ്യമുള്ള ഒരു ലോൺ കൊടുക്കുന്നത് കൊണ്ട് അതിനേക്കാൾ എത്രയോ വലിയ നിത്യബന്ധമാണ് ഈ നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ഗുണമേന്മ ഉറപ്പാക്കിക്കൊണ്ട് ഈ കൃത്രിമങ്ങളുടെയും മായം ചേർക്കലിൻ്റെയും എല്ലാം ഈ കാലഘട്ടത്തിൽ നല്ല സത്യസന്ധതയോടെ അവരുടെ വീടുകളിൽ വേണേ എത്തിച്ചു കൊടുക്കാൻ വരെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നീതി മെഡിക്കൽ സ്റ്റോർ മാത്രമല്ല, നല്ല ക്വാളിറ്റി ഉറപ്പ് ചെയ്തുകൊണ്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ന്യായവിലയ്ക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ആ കൺസ്യൂമർ മേഖലയിലെ പ്രവർത്തനങ്ങൾ എല്ലാ സഹകാരികളും തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പരസ്പരം കുറ്റം പറച്ചിലൊക്കെ ഇതിൽ ഉണ്ടാകാവുന്നതാണ്. മേൽത്തട്ടിൻ്റെ കുഴപ്പം, താഴെത്തട്ടിൻ്റെ കുഴപ്പം, അതൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എല്ലാ ഭാഗത്തും ചില കുറവുകളും ഒക്കെ ഉണ്ടാവും. ഒരു കാര്യം മാത്രം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. സഹകരണ പ്രസ്ഥാനം അടിസ്ഥാനപരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ്സാണ്. അത് ലോൺ കൊടുക്കലായാലും ഡിപ്പോസിറ്റ് സ്വീകരിക്കലായാലും ചിട്ടി നടത്തലായാലും നീതി മെഡിക്കൽ സ്റ്റോർ നടത്തലായാലും എല്ലാം ഒരു ബിസിനസ്സാണ്, സാമ്പത്തിക പ്രവർത്തനമാണ്. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹകാരികളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ സഹകരണ പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനം അടിസ്ഥാനപരമായി സാമ്പത്തിക പ്രവർത്തനമായിരിക്കുമ്പോൾ തന്നെ അത് വെറും ഒരു സാമ്പത്തിക സ്ഥാപനമല്ല, വെറും ഒരു സാമ്പത്തിക പ്രവർത്തനമല്ല നമ്മൾ നടക്കുന്നത്. സഹകരണമെന്ന് പറയുന്നത് ഒരു പുതിയ ജീവിത വീക്ഷണമാണ്. നീതിബോധത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ അടിത്തറയിൽ ഉയർത്തപ്പെട്ട മഹനീയങ്ങളായ ദാർശനിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. സാർവദേശീയമായി ലോകത്തെമ്പാടും ഒരു 130 കൊല്ലം മുമ്പ് സാർവദേശീയമായി സ്ഥാപിക്കപ്പെട്ട ICAയുടെ ആവിർഭാവത്തോടെ
അന്ന് മുതൽ ഇന്ന് വരെ ലോക ജനതയുടെ മുമ്പിൽ ലോകത്തെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായി ഉയർന്നു നിൽക്കുന്നതാണ് ഈ സഹകരണ പ്രസ്ഥാനം. നമ്മളും അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ മുമ്പിലുള്ള ചുമതലകൾ, കടമകൾ, സാമൂഹ്യമായ നമ്മുടെ ലക്ഷ്യങ്ങൾ അത് വളരെ വലുതാണ്, പാവനമാണ് എന്നുള്ള ബോധ്യത്തോടെ ആ സത്യത്തിൻ്റെയും നീതിയുടെയും ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളത് ഞാനിവിടെ പറയാതിരുന്നാൽ അതൊരു അപരാധമായി പോവും. ഈ കൊള്ളയും അഴിമതിയും മറ്റ് വൃത്തികെട്ട ഏർപ്പാടുകളും അതൊന്നും ഏശാൻ പാടില്ലാത്ത പവിത്രമായ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. സർവദേശീയമായി അംഗീകരിക്കപ്പെട്ട ദാർശനിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന പ്രസ്ഥാനമാണ്. ഇതിനകത്ത് അഴുക്കുകൾക്ക് സ്ഥാനമില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ വിശുദ്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കറുത്ത ശക്തികൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരെ ആയാലും നല്ലതുപോലെ അവരെയൊക്കെ നേരിട്ടുകൊണ്ട് പരിശുദ്ധിയുടെ ഒരു വലിയ പ്രതീകമായി ഈ സഹകരണ പ്രസ്ഥാനത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. പറഞ്ഞാൽ പോരാ, പ്രസംഗം ഞാനാണെങ്കിൽ ഒരു 19 കൊല്ലം കൊണ്ട് പ്രസംഗിക്കുക, അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇത് പറയാതിരിക്കാൻ ഒക്കൂ. ഒരു ചെറിയ കഥ കൂടെ, ഞാൻ സ്ഥിരം പറയുന്ന ഒരു കഥ കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും പുലർത്തുന്നതും ഒക്കെ ആയിട്ടൊരു ബന്ധം വേണം. അഴിമതിക്കെതിരായ പ്രസംഗം, സോഷ്യലിസത്തിന് വേണ്ടിയുള്ള പ്രസംഗം, സാമൂഹ്യ അനീതികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസംഗം, അതെല്ലാം നല്ലതുപോലെ നാട്ടിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധന കൂടി വേണം. പണ്ടൊരു ഉപദേശി പ്രസംഗിച്ച കഥയാണ്. വിശ്വാസികളെ കൂട്ടിയിരുത്തി പറഞ്ഞു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നല്ല തത്വം. നിനക്ക് 2 കാറുണ്ടെങ്കിൽ അതിലൊരു കാറില്ലാത്ത അയൽക്കാരന് കൊടുക്കുക. അതൊരു മഹാതത്വമാണ്. നിനക്ക് 2 വീടുണ്ടെങ്കിൽ അതിലൊരു വീടില്ലാത്ത അയൽക്കാരന് കൊടുക്കുക. എല്ലാവരും കേട്ടു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, ഉപദേശി 2 പശു ഉണ്ടെങ്കിലോ എന്ന്. അതിൽ ചോദിക്കാൻ കാര്യം ഈ ഉപദേശിയുടെ അയൽക്കാരനാണ്. അപ്പോൾ ഉപദേശിക്ക് 2 പശു ഉണ്ടെന്നുള്ള അയാൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇത് ബാധകമാക്കുവാണെങ്കിൽ അയാൾക്കൊരു പശുവിനെ ഇങ്ങ് കിട്ടുമല്ലോ എന്ന് ആ പാവം വിചാരിച്ചത്. 2 പശു ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ ഉപദേശി പറഞ്ഞു, അത് ജീവപ്രാണികൾക്ക് ബാധകമല്ല. അവിടെ ഒരു ടിപ്പണി ചേർക്കുകയാണ്. അതുവരെ പറഞ്ഞത് രണ്ടും പറയുന്നത് കൊണ്ട് ഉപദേശിക്കൊരു നഷ്ടമില്ലല്ലോ. അയാൾക്ക് 2 കാറില്ല, 2 വീടില്ല. അപ്പോൾ 2 ഉണ്ടെങ്കിൽ 1 കൊടുക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷേ പശു 2 ഉണ്ട്. അതുകൊണ്ട് ഇത് സചേതന വസ്തുക്കൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ ഉപദേശിയെ പോലെ വലിയ പ്രസംഗങ്ങളും മറ്റുള്ള കാര്യങ്ങളും മാത്രം പോരാ. സ്വന്തം ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ജീവൻ്റെ തന്നെ ഭാഗമായി സത്യത്തെയും നീതിയെയും എല്ലാം ഉയർത്തിപ്പിടിക്കുവാനുള്ളൊരു മനോഭാവം ഈ സഹകരണ പ്രസ്ഥാനത്തെ ആളുകൾക്കെങ്കിലും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് വലിയ കഷ്ടമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് നല്ല സാമൂഹ്യബോധത്തോടെ ഈ സമൂഹത്തെ സേവിക്കാനുള്ള ഒരു വലിയ മാർഗമെന്നുള്ള നിലയിൽ ഈ നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള ഈ പൊതുവിതരണ രംഗത്തെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ആത്മാർത്ഥതയോടെ നിങ്ങളെല്ലാവരും ശക്തമായി മുന്നോട്ട് നിൽക്കണം. കൺസ്യൂമർ ഫെഡിൻ്റെ ഇന്നത്തെ ഭാരവാഹികൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ അത്യധ്വാനം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ്. സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ് കൺസ്യൂമർ ഫെഡിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നത്. അങ്ങനെ ഇതുവരെ കാര്യം ക്രെഡിറ്റ് മേഖലയിൽ പോയാൽ പിന്നെ അതിലേ അങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മെഹബൂബ് കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലാ ബാങ്കായിരുന്ന കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതെല്ലാം ഒഴിഞ്ഞതിന് ശേഷം ഈ വളരെ പ്രശ്നസങ്കീർണമായ ഈ കൺസ്യൂമർ മേഖലയിലേക്ക് വരികയും നമ്മുടെ കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല പറ്റിയൊരു ടീമും കൂടെയുണ്ട്. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 10,000-കണക്കിന് കുടുംബങ്ങളുടെ ജീവിതത്തിൻ്റെ അത്താണി കൂടിയായ ഈ പ്രസ്ഥാനത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാൻ, നാടിന് പ്രയോജനങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടെ ശ്രമിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ.
നമ്മുടെ ഗുരുവിൻ്റെ പ്രഭാഷണം ഈ ചടങ്ങിനും ഭാവിയിലുള്ള നമ്മുടെ പ്രവർത്തനത്തിനും വലിയ പ്രചോദനമാകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. മുഖ്യമന്ത്രി ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ ചില ഫിലിം കാര്യങ്ങളെല്ലാം ഇവിടെ തരാണ്. മന്ത്രി രാജീവ് ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ രജത ജൂബിലിയോടനുബന്ധിച്ച് ഈ പദ്ധതി വിപുലീകരണത്തിൻ്റെ വിശദീകരണം വിശദമായി നടത്തുന്നതായിരിക്കും. അതുകൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകാവൂ. വളരെ പ്രയാസപ്പെട്ടാണ് നിങ്ങളെല്ലാം എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള ഭക്ഷണമുണ്ട്, അതെല്ലാം കഴിച്ചതിന് ശേഷമേ പോകാവൂ. അതുകൊണ്ട് അതിനിടയ്ക്ക് സംസാരം തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് താൽക്കാലികമായി ഈ ഫംഗ്ഷൻ ഇപ്പോൾ ഇവിടെ അവസാനിക്കും. ഇതിന് നന്ദി. ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിനായി ബഹുമാനായിട്ടുള്ള സീനിയർ മാനേജർ നീതി മെഡിക്കൽ വിഭാഗം കൺസ്യൂമർ ഫെഡ് ശ്രീ സി സുരേഷ് ബാബു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ വേദി അഭിസംബോധന ചെയ്യുകയാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ ബഹുമാനപ്പെട്ട ചെയർമാനും യോഗാധ്യക്ഷനുമായ പ്രിയപ്പെട്ട മെഹബൂബ് സാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹകാരികളെ, സഹപ്രവർത്തകരെ, മാർക്കറ്റ് ഇടപെടലിൻ്റെ 1/4 നൂറ്റാണ്ട് പിന്നിട്ടുകൊണ്ട് പുതിയ ഒരു മേഖലയിലേക്ക് നീതി മെഡിക്കൽ സ്കീം പോകുന്നതിൻ്റെ നാന്ദി കുറിക്കുന്ന ഈ രജത ജൂബിലി ആഘോഷം ഇവിടെ അതിൻ്റെ 1ാമത്തെ സെഷനാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. ഈ സെഷനിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കൺസ്യൂമർ ഫെഡിൻ്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ മെഹബൂബ് സാർ വളരെ വിശദമായി ലളിതമായി 1ാമത്തെ സെഷനിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മെഹബൂബ് സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സഹകാരികൾക്ക് വേണ്ടി, സ്വാഗത സംഘത്തിന് വേണ്ടി സ്നേഹപൂർവ്വം നന്ദി ആത്മാർത്ഥമായി അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട ഗംഗാരക്കുറുപ്പ് സാർ നീതി മെഡിക്കൽ സ്കീമിൻ്റെ ആരംഭകാലത്ത് കൺസ്യൂമർ ഫെഡിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട്, കുടുംബനാഥൻ്റെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് കൺസ്യൂമർ ഫെഡിൻ്റെ ഓരോ ദിശയിലും നമുക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ സഹകരണ മേഖലയുടെ ഇടപെടലിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ലളിതമായി നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സമയക്കുറവിനിടയിലും ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ആവശ്യമായ ക്ലാസ് എടുത്തു തന്ന ബഹുമാനപ്പെട്ട ഗംഗാരക്കുറുപ്പ് സാറിനെ ഈ കൂടിയിരിക്കുന്ന സദസ്സിന് വേണ്ടി, സ്വാഗത സംഘത്തിന് വേണ്ടി, കൺസ്യൂമർ ഫെഡിന് വേണ്ടി സ്നേഹപൂർവ്വമുള്ള നന്ദി വളരെ ആത്മാർത്ഥമായി അറിയിക്കട്ടെ. അതോടൊപ്പം ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന കൺസ്യൂമർ ഫെഡിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സലീം സാർ ഉൾപ്പെടെ വേദിയിലെ മുഴുവൻ ബഹുമാന്യ വ്യക്തികൾക്കും സ്നേഹപൂർവ്വമുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായിട്ടുള്ള സഹകാരികളുടെ കൂട്ടായ്മ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന സമയത്ത് ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹകാരികൾക്കും സ്നേഹപൂർവ്വമുള്ള നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം വിവിധ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, കൺസ്യൂമർ ഫെഡിലെ ഹെഡ് ഓഫീസിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ നന്ദി സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സോ മച്ച് സർ. ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം വിവിധ കലാപരിപാടികളും സംഗീത വിരുന്നുമൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് ആസ്വദിച്ച് അതിന് വേണ്ട പ്രാധാന്യം നൽകി ഈ സായാഹ്നം ധന്യമാക്കുന്നതിനായി ഞങ്ങളോടൊപ്പം പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എത്തിച്ചേർന്നാൽ ഉടനെ തന്നെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. കൃത്യമായ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തിയ ഒരു പരിപാടിയുടെ ഭാഗമാവുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആദരവും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ നേടാനും അത് കൈമാറുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ആദരവ് സമർപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് വേദിയിലേക്ക് വന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയുള്ള സമയക്രമം പാലിച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടിയും ഈ ഒരു മുഹൂർത്തത്തെ നോക്കിക്കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നീതി മെഡിക്കൽ സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ നൽകുകയും കൺസ്യൂമർ ഫെഡിനെ പൊതുജനങ്ങൾക്കിടയിൽ
ശ്രദ്ധേയമാക്കുകയും വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത വ്യക്തിത്വമായ ശ്രീ എം ഗംഗാധരക്കുറുപ്പ് സർ വളരെ ഭംഗിയായി സ്വതസിദ്ധമായ ശൈലിയിൽ ഈ വേദിയിൽ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ഗുരു തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. ആ പറഞ്ഞ വാക്കുകളിലുടനീളമുള്ള അർത്ഥം മനസ്സിലാക്കി അത് ആഴത്തിൽ മനസ്സിൽ പതിച്ച് ഇനി അങ്ങോട്ടും പൊതുജനങ്ങൾക്കും പുതിയ തലമുറകൾക്കുമൊക്കെ മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു സേവനം കാഴ്ചവെക്കുന്നതിനായി എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പുറത്ത് നിൽക്കുന്ന എല്ലാവരും വളരെ പെട്ടെന്ന് ഈ ഹാളിലേക്ക് കയറിയിരിക്കാനായി അഭ്യർത്ഥിക്കുകയാണ്. ചുരുങ്ങിയ സമയത്തിനകം തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഈ സദസ്സിൻ്റെ ഭാഗമാകുന്നതിനായി എത്തിച്ചേരുകയാണ്. നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ചടങ്ങ് 25 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്ന രജത ജൂബിലിയുടെ വിജയ ആഘോഷ വേദിക്ക് തന്നെയാണ്. 25 വർഷം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സന്തോഷ മുഹൂർത്തത്തിൽ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ വളർച്ചയിൽ സുപ്രധാനമായ പങ്കുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒരു സദസ്സ് കൂടിയാണിത്. അല്പസമയത്തിനകം തന്നെ നമ്മളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ പ്രൊഡക്റ്റുകളുടെ ലോഞ്ചിങ് കർമ്മവും തുടർന്നുള്ള ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും മറ്റ് അനേകം മേഖലകളിൽ ആദരവും പുരസ്കാരങ്ങളും വിജയികളുമായി തീർന്നിരിക്കുന്ന ബഹുമുഖ പ്രതിഭകൾക്കുള്ള പുരസ്കാരദാന ചടങ്ങുമൊക്കെ നമുക്കിവിടെ നിർവഹിക്കാനായിട്ട് സാധിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് വളരെ പ്രശസ്തരായ കലാകാരന്മാർ നമുക്കായി ഒരുക്കുന്ന സംഗീത വിരുന്ന് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം കൂടി ഒഫീഷ്യൽ സെറമണിക്ക് ശേഷം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും അത് നല്ല രീതിയിൽ കാണുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പരിപാടിയിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഞങ്ങൾക്കുണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തുന്നതിന് അല്പസമയം കൂടി ബാക്കിയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ സദസ്സ് വളരെ ഭംഗിയായിട്ട് ഒരുക്കുക എന്ന് പറയുന്നത് ആതിഥ്യ മര്യാദകളോട് കൂടി തന്നെ നമ്മളെല്ലാവരും ചെയ്യേണ്ട കടമ തന്നെയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പുറത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഹാളിലേക്ക് വന്നിരുന്ന് നല്ലൊരു സദസ്സിൻ്റെ ഭാഗമാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ചടങ്ങിലേക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ മാധ്യമ പ്രവർത്തകർ പത്രശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിൽ നിന്നും ഇത്രയേറെ ജനശ്രദ്ധയാകർഷിച്ച പൊതുജനങ്ങൾക്കിടയിൽ അത്രമേൽ എല്ലാ സാധാരണക്കാരെയും സ്പർശിച്ചിട്ടുള്ള സേവന രംഗത്ത് എന്നും എടുത്തു പറയാവുന്ന ഒരു പേര് തന്നെയാണ് നമുക്ക് ഇന്ന് നീതി മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പ്രൗഢഗംഭീരമായ സദസ്സ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദയവായി രജിസ്ട്രേഷൻ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാവരും വളരെ പെട്ടെന്ന് ഈ ഹാളിലേക്ക് വന്നിരിക്കാനായി അഭ്യർത്ഥിക്കുകയാണ്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ അതിൻ്റെ പ്രവർത്തനം ഇന്ന് എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സുപ്രധാനമായും എത്ര ആളുകളിലേക്ക് ഏതൊരു കാലഘട്ടത്തിൽ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നതെന്നും ഇന്ന് നമ്മൾ ഈ കാണുന്ന ജനങ്ങളുടെ ഒരു സ്വീകാര്യത എപ്രകാരമാണ് ഈ ഒരു മേഖലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായിട്ട് ഇവിടെ പല അതിഥികളും സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികൾ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടാൻ പോകുന്ന ഈ സന്തോഷവേളയുടെ ഭാഗമാകുന്നതിനായി എത്തിച്ചേരും. അതോടൊപ്പം ഇന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ ത്രിവേണി ബ്രാൻഡിലൂടെ പൊതുജനങ്ങൾക്കായി വിപണിയിലേക്കായി എത്തുകയാണ്. അത്തരത്തിലുള്ള പുതിയ പ്രൊഡക്റ്റുകളുടെ ലോഞ്ച് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ വേദിയിൽ നിർവഹിക്കുകയാണ്. ചുരുങ്ങിയ സമയത്തിനകം തന്നെ നമ്മളെല്ലാവരും ബഹുമാനപൂർവ്വം കാത്തിരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറും മറ്റെല്ലാ വിശിഷ്ട അതിഥികളുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ ഔപചാരികമായ ഉദ്ഘാടന ക്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും രജിസ്ട്രേഷൻ അത്തരത്തിലുള്ള ഒഫീഷ്യൽ ചടങ്ങുകൾക്ക് ശേഷം വളരെ വേഗത്തിൽ ഈ ഹാളിലേക്ക് കയറിയിരിക്കാനായി വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ കൃത്യമായ സമയത്ത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു അജണ്ടയിലൂടെയാണ് ഇവിടുത്തെ കാര്യപരിപാടികളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകാനായി ഞങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണിക്കൂറുകളുടെ യാത്രകൾക്ക് ശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു ശുഭദിനം കൂടി ആശംസിക്കുകയാണ്. ഇവിടെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഓരോ വാക്കുകളും മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് സുതാര്യമായി പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിനും സേവനോന്മുഖമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ സുതാര്യമായി ഇനി അങ്ങോട്ടും നീതി മെഡിക്കൽ സ്കീമിനെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും മഹനീയമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ആദരപൂർവ്വം ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നതിനായി ക്ഷണിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം. മറ്റെല്ലാ വിശിഷ്ട അതിഥികളും ഔപചാരികമായ ഈ സദസ്സിൻ്റെ ഭാഗമാവുകയാണ്. നീതി മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ നീതി മെഡിക്കൽ സ്കീം നൂതന പദ്ധതികളുടെ പ്രഖ്യാപനവും ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് കർമ്മവുമെല്ലാം ഈ ചടങ്ങിൽ നിർവഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളുടെയും മഹനീയമായ സാന്നിധ്യം ഈ വേദിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. പുറത്തു നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ വേഗത്തിൽ ഈ ഹാളിലേക്ക് കയറിയിരുന്ന് നല്ലൊരു സദസ്സിൻ്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നീതി മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷവും
നീതി മെഡിക്കൽ സ്കീം നൂതന പദ്ധതികളുടെ പ്രഖ്യാപനവും ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് തുടങ്ങിയ സുപ്രധാനമായ ചടങ്ങുകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി വേദിയിൽ തുടക്കം കുറിക്കുന്നത്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി കൺസ്യൂമർ ഫെഡിൻ്റെ ബഹുമാനായിട്ടുള്ള ചെയർമാൻ ശ്രീ എം മെഹബൂബ് സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദരണീയനും പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ, കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവർകളെ, മറ്റ് വിശിഷ്ട അതിഥികളായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യ വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നീതി മെഡിക്കൽ സ്കീമിൻ്റെ രജത ജൂബിലി ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനവും രജത ജൂബിലിയോടനുബന്ധിച്ച് നീതി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവുമാണ്. നീതി മെഡിക്കൽസ് 1998 99 മുതലാണ് അത് ആരംഭിച്ചത്. ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രിയാകുമ്പോഴാണ് ഇങ്ങനെയൊരു സ്കീം ആരംഭിച്ചത്. തീർച്ചയായും ഏറ്റവും വലിയ ചൂഷണത്തിനിരയാകുന്ന ആരോഗ്യ മേഖലയിൽ ഈ സ്കീം വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് വരുന്ന രോഗികളായ ജനങ്ങൾക്ക് വലിയ സമാശ്വാസമായി അത് നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2016 അധികാരമേറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനത്തിൽ 1500 നീതി മെഡിക്കൽസ് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. 2016 കൺസ്യൂമർ ഫെഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഇന്നോളം 384 നീതി മെഡിക്കൽസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1241 സംഘങ്ങൾ നടത്തുന്ന നീതി മെഡിക്കൽസും 84 ഞങ്ങൾ സ്വന്തം നടത്തുന്ന നീതി മെഡിക്കൽസും, അങ്ങനെ 1300-ലധികം നീതി മെഡിക്കൽസ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒട്ടും വൈകാതെ അത് 1500-ൽ എത്തിക്കാൻ ഉള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. നീതി മെഡിക്കൽസിൻ്റെ പദ്ധതികളെ സംബന്ധിച്ചുള്ള വിശദാംശമൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ 14% മുതൽ 60% വരെ വിലക്കുറവിലാണ് നമ്മൾ കൊടുത്തത്. അത് ഏപ്രിൽ 1 മുതൽ 14% മുതൽ 70% വരെ എന്ന് പറഞ്ഞാൽ 10% കൂടി ആനുകൂല്യം ഉപഭോക്താവിന് കിട്ടത്തക്ക രീതിയിൽ ആ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. അതേപോലെ കേരളത്തിൽ മറ്റാർക്കും നൽകാത്ത രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ നിലക്ക് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന 2 രോഗികളാണ്. ഒന്ന് ക്യാൻസർ രോഗികളും അതേപോലെ തന്നെ ഡയാലിസിസ് രോഗികളും. ക്യാൻസർ മരുന്ന് ഒരു വലിയ കൊള്ള നടത്തുന്ന മേഖലയാണ്. ആ ക്യാൻസർ മരുന്ന് 63 ഇനം മരുന്നുകൾ ഞങ്ങൾ മറ്റാരും നൽകുന്നതിനേക്കാൾ വില കുറച്ച് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ ഞങ്ങളുടെ എല്ലാ നീതി മെഡിക്കൽസിലും അത് ലഭ്യമായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ നടത്തി കഴിഞ്ഞു. വിദേശ കമ്പനികൾ ഉൾപ്പെടെയുള്ള കമ്പനികളുമായി ഞങ്ങൾ C&F ഏജൻസി എടുത്ത് കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന് ഇന്ന് നീതി മെഡിക്കൽസ് നടത്തുന്ന കേരളത്തിലെ ബഹുമാന്യരായ സംഘം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, നീതി മെഡിക്കൽസിലെ ഫാർമസിസ്റ്റുകൾ, ഇവരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. അത് രജത ജൂബിലിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയ പ്രിയങ്കരനും ആദരണീയനുമായ കേരളത്തിൻ്റെ ജനപ്രിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എല്ലാ കാലത്തും ഈ കൺസ്യൂമർ ഫെഡിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും കൺസ്യൂമർ ഫെഡിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തി തരുന്നതിനുമെല്ലാം ഞങ്ങളുടെ മാർഗനിർദ്ദേശി കൂടിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അവർകളെ വളരെ സന്തോഷത്തോടെ ഈ
ചടങ്ങിനും ഈ കൺസ്യൂമർ ഫെഡിനും വേണ്ടി സ്വാഗതം ചെയ്യണം. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കാൻ ഏറ്റിരുന്നത് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ചില വിഷയങ്ങളും ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ പറ്റില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട ജനനേതാവും കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ പി രാജീവ് അവർകളാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന രാജീവ് സാറിനെ വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൺസ്യൂമർ ഫെഡ് പുതിയ ചുവടുവെപ്പിലേക്ക് നീങ്ങുകയാണ്. പഴയ സോഫ്റ്റ്വെയർ ആയിരുന്നുള്ളത്. കൺസ്യൂമർ ഫെഡ് പുതിയ സോഫ്റ്റ്വെയർ പുതിയ കാലഘട്ടത്തിന് ഓൺലൈൻ ബിസിനസ് ഉൾപ്പെടെയുള്ള പുതിയ കാലഘട്ടത്തിൻ്റെ ബിസിനസ്സും എല്ലാം ചെയ്യത്തക്ക രീതിയിൽ ULTCS നിർവഹിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ പ്രിയപ്പെട്ട MLAയുമായ നന്ദകുമാർ അവർകളാണ്. നന്ദകുമാർ അവർകളെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മികച്ച പ്രകടനം കാഴ്ചവെച്ച കൺസ്യൂമർ ഫെഡ് നീതി മെഡിക്കൽ വെയർഹൗസ്, നീതി മെഡിക്കൽ സ്റ്റോർ എന്നിവയ്ക്കുള്ള അവാർഡ് വിതരണം നടത്തുന്നത് കേരള ബാങ്കിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമുറിക്കലാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലാകായിക പഠന മേഖലയിൽ മികവ് തെളിയിച്ച കൺസ്യൂമർ ഫെഡ് ജീവനക്കാരുടെ മക്കൾക്കുള്ള ഉപഹാര സമർപ്പണം. ഏഷ്യാഡിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടി തൃശ്ശൂർക്കാരി ഞങ്ങളുടെ ജീവനക്കാരിയുടെ മകളാണ്. അതേപോലെ കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു റാങ്ക് ഹോൾഡർ ഞങ്ങളുടെ പത്തനംതിട്ട റീജിയണൽ മാനേജറുടെ മകളാണ്. അവർക്കെല്ലാമുള്ള ഉപഹാരം സമർപ്പണം നിർവഹിക്കുന്നത് കൺസ്യൂമർ ഫെഡിനെ എല്ലാ സന്ദർഭത്തിലും വളരെ ആത്മാർത്ഥമായി സഹായിക്കുകയും എല്ലാ നിർദ്ദേശങ്ങളും തരുന്ന ഗവൺമെൻറ് സെക്രട്ടറി ശ്രീമതി മിനി ആൻ്റണി മാഡം IAS ആണ്. അവരെയും വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് എറണാകുളം പാക്സ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി VN ശശി ഇവിടെ എത്തിയിട്ടുണ്ട്. ശശിയെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പരിപാടിയിൽ എല്ലാ സന്ദർഭത്തിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന CPIMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ CN മോഹൻ അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. 2 മണിക്ക് ഇവിടെ ആരംഭിച്ച ബിസിനസ് സെഷൻ, ആ ബിസിനസ് സെഷന് ആമുഖ പ്രസംഗം നടത്തിയത് കൺസ്യൂമർ ഫെഡിൻ്റെ മുൻ ചെയർമാൻ, നീതി മെഡിക്കൽ സ്കീം ബഹുമാനപ്പെട്ട മന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി കൊണ്ടുവരുമ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി നോഡൽ ഏജൻസിയായി കൺസ്യൂമർ ഫെഡിനെ ചുമതലപ്പെടുത്തിയത് നടപ്പിലാക്കിയിട്ടുള്ള ഗംഗാധരക്കുറുപ്പ് അവർകളാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റു എല്ലാവരെയും ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാന്യരായ സഹകാരി സുഹൃത്തുക്കളായിട്ടുള്ള ബാങ്ക് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, കൺസ്യൂമർ ഫെഡ് ജീവനക്കാർ, ഫാർമസിസ്റ്റുകൾ, അതേപോലെ മീഡിയ പ്രവർത്തകർ, മറ്റു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള മറ്റു ബഹുമാന്യ വ്യക്തികൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് അവറുകളോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരാധ്യനായ വ്യവസായ രംഗത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് കാരണക്കാരനായ രാജീവ് സർ ഇന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയാണ്, വ്യവസായ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി തന്നെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിളക്ക് തെളിയിച്ചുകൊണ്ട് ഈ പുതിയ തുടക്കത്തിന് പ്രകാശം പകരുന്നതിനായി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാനത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ഭാവുകങ്ങളും മംഗളാശംസകളും നേർന്നുകൊണ്ട് ചരിത്ര പ്രാധാന്യമുള്ള നീതി മെഡിക്കൽ സ്കീം രജത ജൂബിലിയുടെ ആഘോഷവും നീതി മെഡിക്കൽ സ്കീം നൂതന പദ്ധതികളുടെ പ്രഖ്യാപനവും ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് തുടങ്ങിയ വ്യത്യസ്ത ചടങ്ങുകൾ നിർവഹിക്കുന്ന ഈ ചടങ്ങിൻ്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന കർമ്മം ഭദ്രതയും തെളിയിച്ചുകൊണ്ട് ഒരുപാട് ജീവിതങ്ങളിലേക്ക് പ്രകാശമായ ഈ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് തുടക്കം കുറിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് വിളക്ക് തെളിയിച്ചുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി. കേരള ജനതയുടെ ഏതൊരു സാധാരണക്കാരൻ്റെയും ആരോഗ്യരംഗത്തിന് എന്നും മാതൃകയായി നിൽക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് നീതി മെഡിക്കൽ സ്കീം നമുക്കായി മുന്നോട്ട് വച്ചിരിക്കുന്നത്.
ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൊണ്ട് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായ ഈ സംരംഭത്തിൽ ഇന്ന് 25 വർഷം തികഞ്ഞിരിക്കുകയാണ്. നീതി മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷ പരിപാടികളും ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് കർമ്മവും നീതി മെഡിക്കൽ സ്കീമിൻ്റെ നൂതന പദ്ധതികളുടെ പ്രഖ്യാപനവും നിർവഹിക്കപ്പെടാൻ പോകുന്ന അഭിമാന നിമിഷത്തിന് പ്രകാശം പരത്തിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഈ സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സർ ഉൾപ്പെടെയുള്ള എല്ലാ അതിഥികളും വിളക്ക് തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാ വിശിഷ്ടാതിഥികളും ഭദ്രതയും തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. നിധി മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. സഹകാരി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കൺസ്യൂമർ ഫെഡ് വലിയൊരു സഹകാരി സംഗമം തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ നിലയിൽ സഹകാരികൾ ഒത്തുകൂടുന്നത് സഹകരണ മേഖലയുടെ കരുത്ത് വിളിച്ചോതുന്ന ഒരു പരിപാടിയായി മാറും. ഇന്ന് സഹകരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ വെച്ചാൽ അത്തരത്തിലുള്ള പരിപാടികൾക്ക് വളരെ പ്രസക്തിയുണ്ട് എന്നതാണ് വസ്തുത. കേരളത്തിൻ്റെ സഹകരണ മേഖല എന്താണ്? അത് കൂടുതൽ ഇതുപോലുള്ള പരിപാടികളിലൂടെ വെളിപ്പെടുത്തുന്നത് ഇന്നത്തെ കാലത്തിന് ചേർന്നതാണ്. അതിന് മുൻകൈയെടുത്ത കൺസ്യൂമർ ഫെഡിനെ ആദ്യമായും അഭിനന്ദിക്കട്ടെ. ഇവിടെ നീതി മെഡിക്കൽ സ്കീമിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട നൂതന പദ്ധതികളുടെ പ്രഖ്യാപനവും ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും നടത്താൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. ഇവിടെ പറഞ്ഞതുപോലെ 1996 നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് 98-99 നീതി മെഡിക്കൽ സ്കീമിന് ആരംഭം കുറിക്കുന്നത്. സഹകരണ സംഘങ്ങളുടെ കീഴിൽ കേരളത്തിൻ്റെ പൊതുവിതരണ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലായ 1000 നീതി സ്റ്റോറുകൾ ആരംഭിച്ചത് 1997 തൊട്ടടുത്ത വർഷത്തിൽ തന്നെ ആരോഗ്യരംഗത്തെ ചൂഷണത്തിൽ നിന്നും ജനങ്ങൾക്ക് സമാശ്വാസം നൽകുന്നതിനായി നീതി മെഡിക്കൽ സ്റ്റോറുകൾക്കും നാം തുടക്കമിട്ടു. സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേനയാണ് നീതി മെഡിക്കൽ സ്കീം ആരംഭിച്ചത്. ഇന്നത് 25 വർഷം പിന്നിടുകയാണ്. 1998 നവംബർ 1 നീതി മെഡിക്കൽ സ്കീമിന് തുടക്കം കുറിച്ചതെങ്കിലും 1999 മുതലാണ് 100 നീതി മെഡിക്കൽ സ്റ്റോറുകൾ ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം സാർവത്രികമാക്കുന്നത്. ആ കാലത്ത് ഇതിന് നേതൃത്വം കൊടുത്ത ചിലരൊക്കെ ഇതിനകത്ത് കാണുമല്ലോ. നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളുടെ അസോസിയേഷൻ ആ കാലത്ത് വളരെ ശക്തമായിരുന്നു. ഇപ്പോഴും ശക്തമാണ്, പക്ഷേ അന്നത്തെ ശക്തി വേറെ തരത്തിലുള്ളതായിരുന്നു.
അതിൻ്റെ ഭാഗമായി ഈ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിലപാട് പൊതുവിൽ അവരെടുത്തിരുന്നു. അതിൻ്റെ നേതൃത്വം സാധാരണ മെഡിക്കൽ സ്റ്റോറുകാരല്ല, കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകളുടെ സംഘടനയുടെ നേതൃത്വം. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു സംഘടനയായിരുന്നു അന്ന്. അപ്പോൾ നീതി മെഡിക്കൽ സ്റ്റോറിന് മരുന്ന് കൊടുക്കാൻ പാടില്ല എന്ന് കമ്പനികളോട് ആജ്ഞാപിക്കുന്ന നില ഈ കൂട്ടരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഗവൺമെൻറ് നേതൃത്വം കൊടുത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണെങ്കിൽ പോലും ഈ സംഘടനയെ തള്ളിക്കൊണ്ട് മരുന്ന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ മരുന്ന് കമ്പനികൾക്കുണ്ടായി, മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്കുണ്ടായി. കാരണം അവരുടെ പ്രധാന മാർക്കറ്റ് മറ്റ് മെഡിക്കൽ സ്റ്റോറുകളാണല്ലോ. അവിടങ്ങളിൽ മരുന്നെടുക്കാത്ത നില ഇവരുണ്ടാക്കും എന്ന സ്ഥിതി വന്നു. അതിൻ്റെ ഭാഗമായി ചില മരുന്നുകൾ കിട്ടാത്തൊരവസ്ഥയെന്നുണ്ടായിരുന്നു. വളരെ വലിയ പ്രശ്നമായിട്ട് ഉയർന്നു വന്നു. നീതി മെഡിക്കൽ സ്റ്റോർ പിന്നെ ആ പ്രതിസന്ധിയൊക്കെ കടന്ന് ഇപ്പോഴും നല്ല ശക്തമായിട്ട് നിൽക്കുന്നു. മറ്റവർ പിന്നെ അവരുടേതായ ചെയ്തികളുടെ ഭാഗമായിട്ട് തന്നെ, ആ ചെയ്തിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു നിലപാട് അവരെടുത്തത്. ആ ചെയ്തികളുടെ ഭാഗമായിട്ട് തന്നെ മെഡിക്കൽ സ്റ്റോറുകളുടെ അസോസിയേഷൻ്റെ തലപ്പത്തിൽ നിന്ന് പോകേണ്ടതായും വന്നു. വേറെ കഥകളുണ്ട്, ആ കഥകളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെയൊരു പ്രതിസന്ധി ഈ നീതി മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഉണ്ടായിരുന്നു എന്നത് അന്നേ ഉള്ള ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ട് അത് പങ്കുവെച്ചതാണ്. 2016 വരെ 496 നീതി മെഡിക്കൽ സ്റ്റോറുകളാണ് പ്രവർത്തിച്ചിരുന്നത്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ നീതി മെഡിക്കൽ സ്റ്റോറുകളുടെ ശൃംഖല വിപുലീകരിക്കുമെന്ന് ആദ്യത്തെ നയപ്രഖ്യാപനത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിലുമടക്കം 1160 നീതി മെഡിക്കൽ സ്റ്റോറുകൾ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ, 76 നീതി മെഡിക്കൽ സ്റ്റോറുകൾ കൺസ്യൂമർ ഫെഡ് നേരിട്ട് നടത്തി വരികയാണ്. 924 കോടി രൂപയുടെ മരുന്ന് വിപണനം കൺസ്യൂമർ ഫെഡ് മുഖേന നടക്കുകയാണ്. മരുന്നുകളുടെ വിപണനത്തിനായി 12 നീതി മെഡിക്കൽ വെയർ ഹൗസുകളും കൺസ്യൂമർ ഫെഡിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് താങ്ങാവുന്ന നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കാനാണ് ഈ പദ്ധതി തന്നെ തുടങ്ങിയത്. അത് നല്ല രീതിയിൽ തുടരുന്നു എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. നീതി മെഡിക്കൽ സ്റ്റോറുകളുടെ വരവ് വരെ മരുന്നുകളെല്ലാം MRP നിരക്കിൽ തന്നെ വിൽക്കപ്പെടുന്ന നിലയാണുണ്ടായിരുന്നത്. നീതി മെഡിക്കൽ സ്റ്റോറുകൾ വന്നതോടെ അവയിലൂടെ 14% മുതൽ 70% വരെ, നേരത്തെ കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാൻ പറഞ്ഞല്ലോ, 70% വരെ വിലക്കുറവിൽ ജനങ്ങൾക്ക് മരുന്നുകൾ ലഭിക്കുന്ന അവസ്ഥയാണുള്ളത്. 25 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾ പോലും MRPക്ക് താഴെ മരുന്നുകൾ വിൽക്കുന്നതിനായി മത്സരിക്കുന്നത് ഇപ്പോൾ കാണുകയാണ്. നീതി മെഡിക്കൽ സ്റ്റോറുകൾ മരുന്ന് വിപണന രംഗത്തെ വിപ്ലവകരമായ ഇടപെടലായിരുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണിത്. ആരംഭകാലത്ത് നീതി മെഡിക്കൽ സ്റ്റോറുകൾക്ക് മാത്രമാണ് മരുന്നുകൾ നൽകി വന്നിരുന്നത്. ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾക്കും വെറ്ററിനറി ഹോസ്പിറ്റലുകൾക്കും മറ്റും മരുന്നുകളും ഹോസ്പിറ്റൽ ഉപകരണങ്ങളും നൽകി വരുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കും വിധം മെഡിക്കൽ സ്കീമിൻ്റെ രജത ജൂബിലിയുടെ ഭാഗമായി വിവിധ നൂതന പദ്ധതികളാണ് കൺസ്യൂമർ ഫെഡ് ആരംഭിക്കുന്നത്.
അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുതിയ പ്രൈസിംഗ് പോളിസിയാണ്. നീതി മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് ലാഭകരമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയും വിധവും രോഗികൾക്ക് കൂടുതൽ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാകും വിധവുമാണ് പ്രൈസിംഗ് പോളിസിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. മാർജിൻ കുറച്ചുകൊണ്ട് ടേൺ ഓവർ വർദ്ധിപ്പിക്കുക എന്ന രീതിയാണ് അവലംബിക്കുന്നത്. അതുകൊണ്ട് സഹകരണ സംഘങ്ങൾ പൂർണ്ണമായും കൺസ്യൂമർ ഫെഡ് വഴി മരുന്നുകളെടുത്ത് വിതരണം ചെയ്യുന്നത് ഗുണകരമാവും. ഡയാലിസിസ്, ക്യാൻസർ ഇതിനെല്ലാമുള്ള മരുന്നുകൾ വില കുറച്ച് നൽകുന്നതാണ് മറ്റൊരു പദ്ധതി. രോഗികൾ ഏറ്റവും അധികം ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നത് ക്യാൻസർ ചികിത്സയിലും ഡയാലിസിസ് നടത്തിപ്പിലുമാണ്. ഇത് അങ്ങേയറ്റം ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പദ്ധതിയായി മാറും. കേരളത്തിൽ വിപുലമായി വരുന്ന ജനറിക് മരുന്നുകൾക്ക് നീതി മെഡിക്കൽ സ്റ്റോറിൽ പ്രത്യേക വിഭാഗം ആരംഭിക്കുന്നതാണ് മറ്റൊരു പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളിലേക്ക് സർജിക്കൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മറ്റൊന്ന്. ഇങ്ങനെ വിവിധ പദ്ധതികളാണ് കൺസ്യൂമർ ഫെഡ് ഈ ഘട്ടത്തിൽ തുടക്കം കുറിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വിപണി ഇടപെടലുകളെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടതാണ് കേരളത്തിൻ്റെ സ്വന്തം ത്രിവേണി ബ്രാൻഡ്. കൂടുതൽ ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കാനും വിപണി ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് പ്ലാൻ ചെയ്യുന്നത്. കൂടുതൽ സഹകരണ ഉൽപ്പന്നങ്ങൾ ത്രിവേണി ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്നതോടൊപ്പം കൺസ്യൂമർ ഫെഡിൻ്റെ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ലൈസൻസ് ഉപയോഗപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്കും മെട്രോ നഗരങ്ങളിലേക്കുമെല്ലാം എത്തിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഈ തരത്തിൽ നമ്മുടെ കാലത്തിനനുസരിച്ച് ശക്തിപ്പെടാനുള്ള ശ്രമമാണ് കൺസ്യൂമർ ഫെഡ് നടത്തുന്നത്. നീതി മെഡിക്കൽ സ്കീമിലെ നൂതന പദ്ധതികളും ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും അതോടൊപ്പം നീതി മെഡിക്കൽ സ്കീമിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി ഈ പ്രൊഡക്റ്റുകൾ കൈമാറുന്നതിനായി റെയ്ഡ്കോയുടെ CEO ശ്രീ വി രതീശൻ IAS അവരെ മഹനീയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അരനൂറ്റാണ്ടിലധികമായി കാർഷിക മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിലെ നിറസാന്നിധ്യമായ റെയ്ഡ്കോയുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇനി ത്രിവേണി ബ്രാൻഡിലൂടെ വിപണിയിലേക്കായി എത്തുകയാണ്. ഔപചാരികമായി അതിൻ്റെ ലോഞ്ചിങ് കർമ്മമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ നിർവഹിക്കുന്നത്. ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നു. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മാർക്കറ്റിംഗ് മാനേജർ തങ്കമണി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ശ്രീ വിമൽ അമ്പാടി അവരെ. മറ്റ് പ്രൊഡക്റ്റുകളുടെ ലോഞ്ചിങ് കർമ്മം അല്പസമയത്തിനകം തന്നെ ഈ വേദിയിൽ നിർവഹിക്കുന്നതായിരിക്കും. പ്രിയങ്കരനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സാറിനോട് അഭ്യർത്ഥിക്കുകയാണ് മറ്റ് പ്രൊഡക്റ്റുകളുടെ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നതിനായി. ബഹുമാനായിട്ടുള്ള ശ്രീ രാജീവ് സാർ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഈ വേദി അഭിസംബോധന ചെയ്യുകയാണ്. ഒട്ടനവധി തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിലേക്ക് നീങ്ങാം. നീതി മെഡിക്കൽ സ്കീമിൻ്റെ 25ാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ബഹുമാനായ കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാൻ M. മെഹബൂബ്, ബഹുമാനായ MLA നന്ദകുമാർ, കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, ശ്രീമതി മിനി ആൻ്റണി IAS ഉൾപ്പെടെയുള്ള മറ്റുദ്യോഗസ്ഥർ, ഡയറക്ടർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സഹകാരികളെ, സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണിത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം
ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന നവീനമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് സമൂഹത്തിന് ഗുണപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. അതിലൊരു പ്രത്യേക ഘട്ടത്തിൽ നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നത്തെ മുഖ്യമന്ത്രി സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കുന്നത്. ഇപ്പോൾ അത് 1/4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. കുറേ കൂടി ആശ്വാസം ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പുതിയ സ്കീം ഈ രജത ജൂബിലി സന്ദർഭത്തിൽ ആവിഷ്കരിച്ചതിന് കൺസ്യൂമർ ഫെഡിനെ, അതിൻ്റെ ചെയർമാൻ മെഹബൂബിനെയും ബോർഡ് അംഗങ്ങളെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വലിയ ആശ്വാസമാണ് സാധാരണ ജനങ്ങൾക്ക് ഇതുവഴി ലഭിക്കാൻ പോകുന്നത്. അന്നത്തെ ചെയർമാനും നമ്മുടെ പേര് വിളിച്ചപ്പോൾ കണ്ടില്ല, ഇവിടെ മുമ്പിൽ തന്നെ നമ്മുടെ കുറുപ്പ് സാറിപ്പുണ്ട്. മലയാളി ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നുന്ന ഇന്ത്യയിലെ വിഭാഗമാണ്. ഒരു വർഷം 2567 രൂപയാണ് ശരാശരി ഒരു മലയാളി മരുന്നിന് വേണ്ടി ചെലവഴിക്കുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന, ഏത് സംസ്ഥാനങ്ങളെക്കാളും ഉയർന്ന നിരക്കാണ്. നമ്മുടെ ഒരു ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം കുറേ കൂടി ഉയർന്നതായതുകൊണ്ട് ഏത് പ്രശ്നം വന്നാലും ഡോക്ടറെ കാണുന്നു, അവർ തരുന്ന മരുന്ന് കഴിക്കുന്നു. നല്ല ശീലം മലയാളിക്കുള്ളത് കൊണ്ട് കൂടിയാണ് ഈ പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഏറ്റവും കൂടുതൽ, പ്രതിശീർഷ ഉപഭോഗം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി കേരളം മാറിയത്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 12,500 കോടി രൂപയുടെ മരുന്ന് കേരളത്തിൽ വിറ്റിട്ടുണ്ടെന്നാണ്. ഒരു വർഷം 12,500 കോടി രൂപയുടെ. അതിൽ മഹാഭൂരിപക്ഷവും പുറത്തുനിന്നാണ് വരുന്നത്. നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ KSTP ഉണ്ട്. KSTP ഇപ്പോൾ ഈ വർഷം, ഈ സാമ്പത്തിക വർഷം തീരാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി മരുന്ന് വിറ്റിട്ട് 100 കോടി ടേൺ ഓവർ മറികടക്കുകയാണ്. ഇടയ്ക്ക് 100 കോടി എത്തിയെന്ന് സാനിറ്റൈസർ 60 കോടിയുടെ കോവിഡ് സമയത്ത് വിറ്റതുകൊണ്ട് ടേൺ ഓവർ എത്തിയെങ്കിലും മരുന്ന് വിൽപ്പനയിൽ ആദ്യമായിട്ടാണ് 100 കോടി ടേൺ ഓവർ KSTP മറികടക്കുന്നത്. മിക്കവാറും മാർച്ച് ഏപ്രിലോടുകൂടി ഇഞ്ചക്ഷനുകൾ KSTPയുടെ വിപണിയിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ 241 കോടി രൂപ ചെലവഴിക്കുന്ന ഓങ്കോളജി പാർക്ക്, അതിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ നടക്കുകയാണ്. 25-26 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും ഉൽപ്പാദനത്തിലേക്ക് അടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ക്യാൻസർ മരുന്നുകൾ, പ്രധാനപ്പെട്ട മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ രോഗികൾക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ KSTP മെഡിക്കൽ കോർപ്പറേഷൻ മാത്രമാണ് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്യാരി ഫോർവേഡ് ഏജൻറ്റുമാരെ നിശ്ചയിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റ് സ്വകാര്യ കമ്പോളത്തിലേക്കും KSTP കഴിഞ്ഞ 2 മാസം മുമ്പ് ഇറങ്ങി. ഇപ്പോൾ തന്നെ 2 കോടി രൂപയുടെ വിപണി അതുവഴി ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നീതി മെഡിക്കൽ സ്റ്റോറിനും KSTP ആയിട്ട് സഹകരിച്ചുകൊണ്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവഴി ജനങ്ങൾക്ക് നല്ല ആശ്വാസം നൽകാൻ കഴിയും. ഇപ്പം തന്നെ നമ്മുടെ നീതി സ്റ്റോറ് വിലക്കയറ്റത്തെ പിടിച്ച് നിർത്തുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചു, ഈ നീതി മെഡിക്കൽ സ്റ്റോറിൽ എങ്ങും പിണറായി വിജയൻ നാളുടെ പടം കണ്ടിട്ടില്ല. ഇപ്പോൾ പടത്തിൻ്റെ എന്ത് തുടങ്ങുമ്പോഴും പടം വേണം. അപ്പോൾ അന്നത്തെ നായനാറിൻ്റെയും പിണറായി വിജയൻ്റെയും പടം എല്ലാം മെഡിക്കൽ നീതി സ്റ്റോറിലും വയ്ക്കേണ്ടതായിരുന്നു ഇപ്പോഴത്തെ രീതി അനുസരിച്ച്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടതല്ല. ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഭാവന നാടിനാകെ വേണ്ടി ജനങ്ങളുടെ പണം വിനിയോഗിച്ചെടുക്കുന്ന പ്രവൃത്തിയാണ്. ഇപ്പോൾ എന്ത് വന്നാലും പടം വേണമെന്ന്. പടം ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ കാശ് കിട്ടാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ആശുപത്രിയുടെ മുൻപിൽ പടം വയ്ക്കാത്തതുകൊണ്ട് അതിൻ്റെ പൈസ കിട്ടിയിട്ടില്ല. മഞ്ഞ പെയിൻറ്റ്, നമ്മൾ മഞ്ഞ പെയിൻറ്റ് മാറ്റി കുറച്ച് നല്ല ആശുപത്രി, ഈ മഞ്ഞ പെയിൻറ്റും പായലും ഒക്കെ ഉള്ള ചിത്രമൊക്കെ മാറ്റി നല്ല മറ്റാശുപത്രികളായി കിടപിടിക്കാവുന്ന രൂപത്തിൽ ആർക്കിടെക്ചറൊക്കെ ആയിട്ടാണ് പുതിയ ഡിസൈനിൽ നമ്മൾ പോണത്. അപ്പോൾ മഞ്ഞ പെയിൻ്റ് അടിച്ച് ഈ പടം കൂടി വച്ചില്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പൈസ കിട്ടില്ല എന്ന് പുതിയ വ്യവസ്ഥയാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും മാവേലി സ്റ്റോറിൽ നായനാരുടെയും ഈ ചന്ദ്രശേഖരൻ നായരുടെയും പടം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ പറയുമോ ഇവരാണല്ലോ തുടങ്ങിയതെന്ന് ഓർക്കുമ്പോൾ. ഇപ്പോൾ ലൈഫ് വീട് വയ്ക്കുന്നു, അപ്പോഴും വളരെ ചുരുങ്ങിയ 71,000 രൂപയാണ് യൂണിയൻ ഗവൺമെൻറ്റിന് കിട്ടുന്നത്. നമ്മൾ 4 ലക്ഷമാണ് കൊടുക്കുന്നത്. ആരുടെയും പണം വച്ചിട്ടില്ല. കാരണം വീട് അവകാശമാണ്, ഔദാര്യമല്ല. കൊടുക്കുന്നതെല്ലാം ജനങ്ങളുടെ പണമാണ്.
അല്ലാതെ ഇപ്പോൾ മന്ത്രിമാരിരുന്നിട്ട് പണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതല്ല. ജനങ്ങളുടെ നിന്ന് പിരിക്കുന്നത് പലതരത്തിൽ യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ലോക്കൽ ഗവൺമെൻറ്റും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ഞെരുക്കം കേരളം അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഭരണഘടന 293 ആർട്ടിക്കിൾ പ്രകാരം ഒരു സംസ്ഥാനത്തിന് എത്ര കടമെടുക്കാം എന്നത് സംസ്ഥാന നിയമസഭയ്ക്ക് തീരുമാനിക്കാൻ അധികാരം നൽകുന്നുണ്ട്. നമ്മുടെ ഭരണഘടന വളരെ ആധികാരികമാണല്ലോ. ആ ഭരണഘടനയിൽ 7ാം ഷെഡ്യൂളിൽ 3 ലിസ്റ്റുണ്ട്. സംസ്ഥാന നിയമസഭയ്ക്ക് എന്ത് നിയമം പാസ്സാക്കാം, പാർലമെൻറ്റിന് എന്ത് നിയമം പാസ്സാക്കാം, 2 കൂട്ടർക്കും ഏതെല്ലാം മേഖലയിൽ നിയമം പാസ്സാക്കാം. കൺകറൻറ്റ് ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 43 പബ്ലിക് ഡെപ്റ്റ് സ്റ്റേറ്റാണ്. സംസ്ഥാനത്തിൻ്റെ കടം പൂർണ്ണമായിട്ടും സംസ്ഥാന ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റ് 35 ഉണ്ട്. അതിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കടം. നമ്മൾ ഈ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞായത് കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനയിലില്ല, യൂണിയൻ ഗവൺമെൻറ്റാണ്. അത് 43 പാർലമെൻറ്റിൻ്റെ അവകാശമാണ്. 2003 അന്നത്തെ ഗവൺമെൻറ്, ഇപ്പോൾ നയിക്കുന്ന മുന്നണിയല്ല അന്ന് ആ ഗവൺമെൻറ്റിനെ നയിച്ചത്, ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പിൻ്റെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രം കേരളത്തെ കടമെടുക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ 2016 മുതൽ 2023 വരെയുള്ള 7 വർഷത്തിനുള്ളിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും 1,07,500 കോടി രൂപ കേരളത്തിന് അധിക വരുമാനം കിട്ടുമായിരുന്നു. വേറെ ഒന്നും വേണ്ട, നിയമാനുസൃതം മാത്രം. അതാണ് നമ്മളിപ്പോൾ സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി പോയപ്പോൾ പറഞ്ഞു തർക്കമില്ലാതെ കിട്ടിക്കൊണ്ടിരുന്നതും ഇനി കേസ് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ്. അതൊരു അസാധാരണ നിലയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് വല്ലാത്തൊരു ഞെരുക്കം വരുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, നിങ്ങളുടെ ഒരു അച്ചടക്കം നിങ്ങളുടെ കാശില്ലാത്തതുകൊണ്ടാണോ, പിരിക്കാത്തതുകൊണ്ടാണോ, നികുതി പിരിക്കാത്തതുകൊണ്ടാണോ? റിസർവ് ബാങ്ക് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൻ്റേത് 79% സംസ്ഥാനത്തിൻ്റെ വരുമാനമാണ്, 21 യൂണിയൻ ഗവൺമെൻറ്റിന് വരുന്നുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. നമ്മൾ 1 രൂപ പിരിക്കുമ്പോൾ നമുക്ക് 28 പൈസ തിരിച്ചു വരുന്നത്. യു പിയിൽ 1 രൂപ പിരിക്കുമ്പോൾ 2 രൂപ 40 പൈസ തിരിച്ചു വരും. ബീഹാറിൽ നിന്ന് 1 രൂപ പിരിക്കുമ്പോൾ 7 രൂപ 20 പൈസ തിരിച്ചു വരും. ഇത് ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡമാണ്. അവർ പറഞ്ഞു നിങ്ങൾ ജനസംഖ്യ നിയന്ത്രിച്ചു, അതുകൊണ്ട് കുറച്ച് മതി. നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ നല്ല മികവ് നേടി, കുറച്ച് മതി. ഇങ്ങനെ പോയി നമുക്ക് അർഹമായത് കിട്ടാത്ത ഒരു ഞെരുക്കം കേരളം നേരിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ 1,07,500 കോടി നമ്മൾക്ക് കിട്ടേണ്ടത് കിട്ടുകയും ബാക്കി ഭാഗം കൂടി കിട്ടിയാൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ നമ്മൾ 2,500 തന്നെ ആക്കിയേനെ. ഇപ്പം തന്നെ കാത്തിരിക്കാതെ തന്നെ ആക്കിയേനെ, ന്യായമായത് കിട്ടിയിരുന്നെങ്കിൽ. എല്ലാ മാസം കൊടുക്കാനാണ് നമ്മൾ കമ്പനി രൂപീകരിച്ചു, പെൻഷൻ കമ്പനി. നേരത്തെ പ്രായമായ ആളുകൾ ബാങ്കിലൊക്കെ പോയി ക്യൂ നിന്നിട്ടാണ് ഈ പെൻഷൻ വാങ്ങിയിരുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാ മാസം കൊടുക്കാൻ ഒരു കമ്പനി ഉണ്ടാക്കി. കമ്പനി വായ്പ എടുക്കും, പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കും. ഗവൺമെൻറ്റിൻ്റെ പണം പോവുകയും ചെയ്യുമല്ലോ. ആ പണം വരുമ്പോൾ ഈ വായ്പ അടയ്ക്കും. ഇപ്പോൾ തന്നെ 23,000 കോടി നമ്മൾ ഈ വായ്പ തന്നെ അടച്ചു കഴിഞ്ഞു. ആ കമ്പനിയും വായ്പ എടുക്കാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനൊരു പ്രതിസന്ധി കേരളം നേരിടുന്നുണ്ട്. ആ ഞെരുക്കത്തെ മറികടക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും സഹകരണ പ്രസ്ഥാനത്തിന് നല്ല പങ്കുവഹിക്കാൻ കഴിയും. പലതരത്തിലുള്ള കടന്നാക്രമണങ്ങളെയും നേരിടുമ്പോഴും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് എന്നതിൻ്റെ തെളിവാണ് നിക്ഷേപ സമാഹരണ യജ്ഞം എന്നുള്ളത്. 9,000 കോടി ലക്ഷ്യമിട്ടിട്ട് 23,000 കോടിയിലധികം സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. അതിന് പ്രത്യേകം ഞാൻ സഹകാരികളെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ സഹകാരികൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് വേറൊരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചു, സ്വകാര്യ വ്യവസായ പാർക്ക്. ഏകദേശം 24 പാർക്ക് 1 വർഷത്തിനുള്ളിൽ അനുമതി നൽകി, 2 എണ്ണം പ്രവർത്തനം ആരംഭിച്ചു. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കഴിഞ്ഞ മന്ത്രിസഭ അംഗീകരിച്ചു. ചില സഹകരണ കോളേജുകളിൽ നിന്ന് മെഹബൂബ് ഇപ്പോൾ ശ്രദ്ധപ്പെടുത്തുകയുണ്ടായി.
അപ്പോൾ ക്യാമ്പസിൻ്റെ ആവശ്യമായ സ്ഥലം കഴിഞ്ഞ് വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ പാർക്ക്, അവിടെ വ്യവസായം നടത്താം, കുട്ടികൾക്ക് അവിടെ ജോലിയും ചെയ്യാം. പഠനം കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാം, ശമ്പളം കിട്ടും. പഠിക്കുന്ന വിഷയത്തിലെ ജോലിയാണെങ്കിൽ അവിടെ കുറച്ച് മാർക്കും കിട്ടും. അതിപ്പോൾ ക്യാബിനറ്റ് അംഗീകരിച്ച് നടപ്പിലാക്കിയാണ്. സഹകരണ വകുപ്പ് മന്ത്രി ഞാനും ചർച്ച ചെയ്തു, സെക്രട്ടറി ശ്രീമതി മിനി ആൻ്റണി ഉണ്ടായിരുന്നു. ക്യാമ്പസ് സഹകരണ ഇൻഡസ്ട്രിയൽ പാർക്ക് അതിപ്പോൾ നമ്മൾ തീരുമാനിച്ചു. സഹകരണ ബാങ്കുകൾക്കും ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാം. അതിന് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ സ്റ്റാറ്റസ് നൽകും. 7.5 ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ഗവൺമെൻറ് 3 കോടി രൂപ വരെ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഇൻസെൻറ്റീവ് നൽകും. അലോട്ട്മെൻറ്റൊക്കെ സഹകരണ ബാങ്ക് തന്നെ, അവർക്ക് തുടങ്ങാം. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മുൻഗണന കൊടുക്കാം, പ്രൈവറ്റിന് കൊടുക്കാം. അതിൻ്റെ സ്കീം ഇപ്പോൾ അവസാന രൂപം ഇവരുടെ കമ്മിറ്റി, സഹകരണ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കമ്മിറ്റി അവസാന രൂപം നൽകുകയാണ്. അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഈ കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ ഫാർമ പാർക്ക് തുടങ്ങാം. ഇത്രയും വിൽപ്പന ഇവിടെ ഉണ്ടല്ലോ, 12,500 കോടി വിൽക്കുന്ന സ്ഥലമാണല്ലോ. അത്യാവശ്യം മരുന്നുണ്ടാക്കാൻ ഒരു പാർക്ക് നിങ്ങൾ സഹകരണ പ്രസ്ഥാനമെല്ലാം മുൻകൈ എടുത്താൽ ഇവിടെ തന്നെ നല്ല വിപണിയുണ്ട്, അത് ആരംഭിക്കാൻ കഴിയും. മറ്റ് സംരംഭങ്ങൾ തുടങ്ങാം. നമ്മൾ 1 ലക്ഷം സംരംഭം ആദ്യത്തെ വർഷം, ഇപ്പോൾ 2ാമത്തെ വർഷം തുടർന്നപ്പോൾ ഇപ്പോൾ 2.25 ലക്ഷം സംരംഭങ്ങളായി. അതിൽ പ്രധാന ഫുഡ് പ്രോസസ്സിംഗ് ആണ്. 72,000 വനിതാ സംരംഭകരാണ്. അപ്പോൾ സഹകരണ പ്രസ്ഥാനം കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ, ജനങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വ്യവസായ മേഖലയിലേക്ക് കൂടി കിടക്കണം. അങ്ങനെ കിടന്നാൽ തൊഴിലുണ്ടാവും, നാടിൻ്റെ സമ്പദ്ഘടനയ്ക്കും കുറേ കൂടി ഉണർവുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ വിൽപ്പന മാത്രമല്ല, ഒരു ബാക്ക്വേർഡ് എക്സ്റ്റൻഷൻ, ഇതിൻ്റെ ഉൽപ്പാദന മേഖലയിലേക്കുള്ള ഒരു മുന്നോട്ടുള്ളത് കൂടി നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലകളുടെ തുടർച്ചയാണ് ഇപ്പോൾ വന്ന സ്കീമുകൾ. ഈ ആശയങ്ങളെല്ലാം വച്ച് നവീനമായ പുതിയ സ്കീമുകളും ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തിരക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലാകും. എന്നിരുന്നാൽ കൂടിയും വളരെ സുപ്രധാനമായ ചില ചടങ്ങുകളുടെ കൂടെ ഭാഗമാകാൻ ചുരുങ്ങിയ സമയത്തിനകം തന്നെ അത് നടപ്പിലാക്കാൻ സർ ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വിവിധ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് കർമ്മം തുടരുകയാണ് ഈ വേദിയിൽ. വളരെയേറെ സന്തോഷത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ വിമൽ അമ്പാടി, മാർക്കറ്റിംഗ് മാനേജർ, തങ്കമണി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇടുക്കി ജില്ലയിൽ നിന്നുമുള്ള തങ്കമണി സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന കുരുമുളക്, ഏലം, ഗ്രാമ്പൂ എന്നിവ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ത്രിവേണി ബ്രാൻഡിൽ വിപണിയിലേക്കായി എത്തുകയാണ്. അതിന്റെ ലോഞ്ചിങ് കർമ്മമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ വേദിയിൽ നിർവഹിക്കുന്നത്. കേരള സംസ്ഥാനത്തിന്റെ വ്യവസായ രംഗത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രിയങ്കരനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നിരിക്കുന്ന ഈ ചടങ്ങിൽ അദ്ദേഹം തന്നെയാണ് അതിന്റെ ലോഞ്ചിങ് കർമ്മവും നിർവഹിക്കുന്നത്. ത്രിവേണി ബ്രാൻഡിലൂടെ ഇനി വിപണിയിലേക്കായി എത്തുന്ന അടുത്ത ഉൽപ്പന്നത്തിന്റെ ലോഞ്ചിങ് കർമ്മമാണ് ഈ വേദിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ PK മണി, മാനേജിംഗ് ഡയറക്ടർ മാരാരി മാർക്കറ്റിംഗ് ലിമിറ്റഡ്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ 2003 ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ ആരംഭിച്ച സ്വാശ്രയ സംഘങ്ങളുടെ പ്രവർത്തന കൂട്ടായ്മയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാരാരി ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇനി മുതൽ ത്രിവേണി ബ്രാൻഡിലൂടെ വിപണിയിലേക്കായി എത്തുകയാണ്. ലോഞ്ചിങ് കർമ്മമാണ് നിർവഹിക്കുന്നത് ഡോക്ടർ PK മണി, മാനേജിംഗ് ഡയറക്ടർ മാരാരി മാർക്കറ്റിംഗ് ലിമിറ്റഡ്. അദ്ദേഹത്തെ വേദിയിലേക്കായി സഹർഷം സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ഈ വേദിയിൽ ഇനി നീതി മെഡിക്കൽ സ്കീമിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സഹകരണ സംഘങ്ങളെ ആദരിക്കുകയും കുന്നംകുളം നോട്ട് ബുക്ക് യൂണിറ്റിൽ പുതുതായി നിർമ്മാണം ആരംഭിച്ച മെഡിസിൻ കവറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ എൻവലപ്പുകളുടെയും വിപണി വിതരണ ഉദ്ഘാടനവും ത്രിവേണി നോട്ട്ബുക്കുകൾക്ക് കോപ്പ് മാർട്ട് സർട്ടിഫിക്കേഷന്റെ പ്രഖ്യാപനവും നിർവഹിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ചടങ്ങുകൾ കൂടി നിർവഹിക്കണമെന്നുള്ള അഭ്യർത്ഥന മുൻനിർത്തിക്കൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നീതി മെഡിക്കൽ സ്കീമിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സഹകരണ സംഘങ്ങളെ ആദരിക്കാൻ വേണ്ടി ഈ ചടങ്ങ് ഒരുങ്ങുകയാണ്. ഏറെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം നമുക്ക് വിജയികളെയും അംഗീകാരം ഏറ്റുവാങ്ങുന്ന ഈ മുഹൂർത്തത്തിൽ ക്ഷണിക്കാം. സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഹകരണ സംഘത്തിനുള്ള അവാർഡ് നേടിയ മയ്യനാട് റീജിയണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 94 മയ്യനാട് നീതി മെഡിക്കൽ സ്റ്റോർ ദയവായി വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകമായി വിജയാശംസകൾ നേരുന്നു. കൺസ്യൂമർ ഫെഡ് നീതി മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രവർത്തന മികവിനുള്ള അംഗീകാരം നേടിയ സൊസൈറ്റികൾ, യൂണിറ്റുകൾ എല്ലാവരെയും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ആദ്യമായി സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഹകരണ സംഘത്തിനുള്ള അവാർഡ് മയ്യനാട് റീജിയണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 94 മയ്യനാട് നീതി മെഡിക്കൽ സ്റ്റോറിന് കൈമാറുകയാണ്. അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ സന്തോഷ മുഹൂർത്തത്തിൽ അവർക്കുള്ള
എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. പ്രിയങ്കരനായ മിനിസ്റ്ററോട് അഭ്യർത്ഥിക്കുന്നു ഈ പുരസ്കാരം കൈമാറുന്നതിനായി. ഏറെ സന്തോഷത്തോടു കൂടി തന്നെ സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഹകരണ സംഘത്തിനുള്ള പുരസ്കാരം കൈമാറുകയാണ്. ജില്ലാടിസ്ഥാനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഹകരണ സംഘങ്ങൾ നടത്തുന്ന നീതി മെഡിക്കൽ സ്റ്റോറുകളാണ് ഇനി വേദിയിൽ പ്രഖ്യാപിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ T1800 നെയ്യാറ്റിൻകര നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ ഭാരവാഹികൾ ദയവായി വേദിയിലേക്ക് എത്തിച്ചേരുക. പ്രിയപ്പെട്ട മിനിസ്റ്ററുടെ സമയം ഞങ്ങൾക്കറിയാം, എന്നിരുന്നാൽ പോലും ചുരുങ്ങിയ സമയത്തിനകം തന്നെ ഈ ആദരവ് നൽകുന്നതിനായി അദ്ദേഹം നമ്മളോട് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ T1800 നെയ്യാറ്റിൻകര നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ അംഗങ്ങൾ ദയവായി വേദിയിലേക്ക് എത്തിച്ചേരുക. അടുത്തതായിട്ട് കൊല്ലമാണ്. മയനാട് റീജിയണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 94 മയനാട് നീതി മെഡിക്കൽ സ്റ്റോർ കൊല്ലം. ദയവായി അവർ സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമയപരിമിതി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോട് സഹകരിക്കുക. കൊല്ലം മയനാട് റീജിയണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 94 മയനാട് നീതി മെഡിക്കൽ സ്റ്റോർ. കൊല്ലത്ത് നിന്നും അവരെ വേദിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. അവർക്കുള്ള ആദരവാണ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കൈമാറുന്നത്. വീണ്ടും വേദിയിൽ പത്തനംതിട്ടയിൽ നിന്നുമാണ്. റാന്നി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 65 റാന്നി നീതി മെഡിക്കൽ സ്റ്റോർ. ദയവായി വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. പത്തനംതിട്ട റാന്നി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 65 റാന്നി നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ ഭാരവാഹികൾ ദയവായി വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം ആലപ്പുഴയാണ് എത്തേണ്ടത്. ആലപ്പുഴ ഭരണിക്കാവ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 829 ഭരണിക്കാവ് നീതി മെഡിക്കൽ സ്റ്റോർ. അവരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. പത്തനംതിട്ടയ്ക്ക് ശേഷം ദയവായി ആലപ്പുഴയിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന